എക്സ്പീരിയൻസ് ഒരു വളരെ മോശം വാക്കായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതോറും ക്രിയേറ്റിവിറ്റി കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ട്രെയിൻഡായി നമ്മുടെ എങ്ങനെ എക്സിക്യൂട്ടീവ് അങ്ങനെ ആളുകളോട്ട് എത്തിക്കുക എന്നുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയെന്ന് തോന്നി. ഒരു പുതിയ സാധനം ചെയ്യണമെങ്കിലും ബേസിനോട് പറഞ്ഞ ബേസിൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അത് നമുക്ക് പറയാം, ധൈര്യത്തോട് പറയാം. ഒരു സീനിൽ എന്താ പറയുക, ഡ്രസ് ഇടാതെ അഭിനയിക്കണമെങ്കിൽ ബേസിനോട് കയറി ചോദിക്കാം, ആ ഡ്രസ് ഇടാതെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. വേറൊരു ആക്ടർ എടുത്ത് പോയി ചിലപ്പോൾ ഒരു ഇതുണ്ടാവും, ഒരു പുള്ളി ചെയ്യുമോ ഇല്ലേ, ബേസിനോട് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സംസാരിപ്പിക്കാം. നമ്മൾ ഈ സെറ്റ് ഇടുന്ന നമ്മളൊരു 2-3 ഏക്കറിൽ 1 ഏക്കറിലൊക്കെ സെറ്റ് നിൽക്കും. ചിലപ്പോൾ മൊത്തത്തിൽ 4-5 ഏക്കർ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ അത്ര ഉണ്ടാവും. നമ്മളൊരു വലിയ കോമ്പൗണ്ടിനകത്താണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നേരിട്ടൊരാൾ ഒരു വീഡിയോ കൊണ്ട് കാണിച്ചാൽ ഞാൻ റിജക്ട് ചെയ്യും. എൻ്റെ ആൾക്കാരെ ഞാൻ സെർച്ച് ചെയ്ത് എടുത്തോളൂ. ഹായ് ഗായ്സ്, ഇറ്റ്സ് മി ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. ഈയിടെയായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി ഏതാ? അതെ, ഗുരുവായൂർ അമ്പലനട. ഗുരുവായൂർ അമ്പലനടയുടെ ഡയറക്ടറെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിപിൻ ദാസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വിപിൻ ചേട്ടാ, വെൽക്കം ടു ഷോ. താങ്ക് യു. ഭയങ്കര സൈലൻസ് ആവല്ലേ പ്ലീസ്. നമുക്ക് ഈ പോഡ്കാസ്റ്റ് കുറേ മുന്നോട്ട് പോകേണ്ടതാണ്. ഗുരുവായൂർ അമ്പലനട ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ള ഫാമിലി എന്റർടൈനർ മൂവിയാണ് അല്ലേ? അങ്ങനെ തോന്നുന്നു, ആളുകൾ ചിരിക്കുന്നുണ്ട്. അതെ, ഓക്കെ. അതെ, എല്ലാവരും ചോദിച്ചു. ഞാനൊക്കെ പോയി കണ്ട മൂവിയാ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാ. മൂവിനെ പറ്റി എന്നാ പറയാനുള്ളത്? മൂവി പറ്റി പറയാവുന്നില്ല, മൂവിക്ക് പോയി കാണാന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കോമഡി വർക്കൗട്ട് ആയിരുന്നു തോന്നുന്നു. സത്യത്തിൽ എത്ര തവണ മൂവി കണ്ടു? ഞാൻ കണ്ടതിന് കൗണ്ട് ഉണ്ടാവില്ലല്ലോ. ഞാൻ എല്ലാ വർഷവും കണ്ടിട്ടുണ്ടാവില്ല, എല്ലാ പ്രാവശ്യവും എല്ലാത്തിലും. ഇവൻ ഫൈനൽ ഔട്ട് ആയിട്ട് തന്നെ ഞാൻ പിന്നെയും ഒരു 3-4 പ്രാവശ്യം കണ്ടു. ഇത് ഓക്കെ ആണോ എന്നറിയാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ വർഷവും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. വലിയ ക്രൂ ആണ്. ഇപ്പൊ രാജുവേട്ടൻ ആയിക്കോട്ടെ, ബേസിൽ ചേട്ടൻ ആയിക്കോട്ടെ, അനശ്വരി ആയിക്കോട്ടെ, നിഖില ആയിക്കോട്ടെ, എല്ലാ ക്രൂ എടുക്കുവാണെങ്കിൽ യോഗി ബാബു എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് ക്ലൈമാക്സിന് എല്ലാവരും കൂടെ വന്നങ്ങ് തകർക്കുക. 1/2 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ക്ലൈമാക്സ് സീൻ വരുന്നത്. അതിനകത്ത് ഗോഡ് ഫാദറിനെ എടുത്തിട്ടിട്ടുണ്ട്, നന്ദനത്തെ എടുത്തിട്ടിട്ടുണ്ട്, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതും എടുത്തിട്ടുണ്ട്. എങ്ങനെ ഇത്രയും ഒരു വർക്കൗട്ട് എടുക്കാൻ പറ്റി? എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു എൻ്റെ ബിഹൈൻഡ്? അത്യാവശ്യം നന്നായിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ സിനിമയിൽ വലിയൊരു കഥയൊന്നും പറയില്ലാത്തതുകൊണ്ട് എല്ലാ സീനിലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആൾ ഇഷ്ടപ്പെടുത്തണം, രസിക്കണം എന്നുള്ളൊരു ആഡ് ഓൺ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും അത് ശ്രമിച്ചിട്ട് അതങ്ങനെ ആഡ് ചെയ്ത് കൊണ്ട് ഇപ്പം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു സീനായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ ഈ കളർഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഒരു ഓരോ സർപ്രൈസുകൾ ഇങ്ങനെ വരുന്ന ഫീൽ ആളുകൾക്ക് വരുന്നത്. അപ്പം അതിങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം വരെ ഉള്ളത്. അപ്പം ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യും, ചിലപ്പോൾ ഷൂട്ടിൽ ആഡ് ചെയ്യും, ചിലപ്പോൾ മ്യൂസിക്കിൽ ആഡ് ചെയ്യും, ചിലപ്പം എന്താ പറയുക മിക്സിങ്ങിൽ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് ഓരോരോ സെഷനിൽ ആഡ് ചെയ്ത് എല്ലാ സീനും ഇങ്ങനെ ഓരോ ഫ്ലേവറിലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ രീതിയായിരിക്കാം, അതിൻ്റെ ഭംഗി ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. അതെ. ഈ ക്ലൈമാക്സ് മാത്രം ഷൂട്ട് ചെയ്യാൻ എത്ര ടൈം നമുക്ക് എടുത്തേ? 22 ദിവസമാണെന്ന് മാക്സിമം. ക്ലൈമാക്സ് സീൻ എടുക്കാൻ. ഓക്കെ, 22 ദിവസത്തെ ആ ഒരു ഹാർഡ് വർക്കാണ് 1/2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ കാണുന്നതല്ലേ. ഗുരുവായൂർ ആ ഒരു അമ്പലം നട, ശരിക്കും ആ അമ്പലം ഫുള്ള് നമ്മളിവിടെ കളമശ്ശേരിയിൽ ചെയ്യുമായിരുന്നല്ലേ? അതെ, സെറ്റിന് അല്ല, ഗുരുവായൂരമ്പലം കളമശ്ശേരിയില്ല, സെറ്റ് ഇട്ടു. എത്രത്തോളം എത്ര ദിവസം എടുത്തു സത്യത്തിൽ സെറ്റ് മാത്രം ഇട്ടിട്ട്? സെറ്റ് ശരിക്കും ഒരു 3 മാസമൊക്കെ വേണ്ട സാധനമാണ്. പക്ഷെ പുള്ളി ഒരു 45-50 ദിവസം കൊണ്ടൊക്കെ ഇട്ട് തീർത്ത്. ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് 2 എക്സ്ട്രാ 24 hours ആൾക്കാർ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ 3 ഇരട്ടി ആൾക്കാർ, 10-200ഓളം ആൾക്കാരെ നിർത്തി പെട്ടെന്ന് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം നോക്കിയൊരു സ്ഥലം ഉണ്ട്, അത് വർക്ക് ആവാത്തതുകൊണ്ട് പെട്ടെന്ന് വേറെ സ്ഥലത്തോട് ഷിഫ്റ്റ് ആവാം. അപ്പം നമ്മളൊരു 1-1.5 മാസത്തോളം അതിൽ നഷ്ടപ്പെട്ടു. പിന്നെ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫുൾ ഡേ നൈറ്റ് വർക്ക് ചെയ്ത് തീർത്തൊക്കെ ചെയ്തു. സത്യത്തിൽ നമ്മുടെ ആ മൂവിയിലെ ഏറ്റവും വലിയ എന്താ പറയാ, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. ക്യാരക്ടർ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ബട്ട് എന്നാലും ഞാൻ ക്യാരക്ടർ പറയാ, നമ്മുടെ ഡ്രോൺ. ആ ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇതുവരെ മലയാള സിനിമയിൽ വേറെ ഒരു പടത്തിലും അങ്ങനെ നമ്മൾ ക്ലൈമാക്സ് കണ്ടിട്ടില്ല. അത് റൈറ്ററും ബിംചേട്ടൻ തന്നെ ആയതുകൊണ്ട് അത് എവിടെന്നെങ്കിലും ഇൻസ്പയർ കിട്ടിയതാണോ, അതോ അങ്ങനെ ഒരു ഡ്രോണിനെ യൂസ് ചെയ്യാം എന്ന് തോന്നിയത്? അല്ല, ആക്ച്വലി റൈറ്റർ ഞാനല്ല, ദീപുവാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഒരു ഗോഡ് എന്നുള്ള സാധനം നമ്മൾ വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഒരു മനുഷ്യൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്, ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് അത് കുറച്ചുകൂടി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലാസ്റ്റ് ഡ്രാഫ്റ്റിലാണ് നമ്മൾ പ്ലാൻ വെച്ചത്. അപ്പൊ അത് വർക്കായെന്ന് തോന്നുന്നു. എവിടെയൊക്കെ നമുക്ക് എപ്പോൾ തോന്നി, നമ്മൾ തോന്നുന്നൊരു ഇൻഡ്യൂഷൻ അപ്പം വർക്ക് ചെയ്യാണ്. ഇതൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ക്ലൈമാക്സിന്റെ ടൈമില്
എങ്ങനെയായിരുന്നു എല്ലാരും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്? ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തരും ഓരോ ഡേറ്റ് ആണ്. പ്ലസ് ഓൾമോസ്റ്റ് എത്ര ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു? ആർട്ടിസ്റ്റും ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാരും കൂടെ? ജൂനിയർ ആർട്ടിസ്റ്റ് കൗണ്ട് ഇല്ല, 1500 പുറത്തുണ്ടായിരുന്നു. ആ. ആർട്ടിസ്റ്റിലാണ് 20 പുറത്ത്. മെയിൻ ആർട്ടിസ്റ്റ് തന്നെ ഒരു 10-15 പേരുണ്ടായിരുന്നു. ഉം. പിന്നെ സബ് ആർട്ടിസ്റ്റുകൾ, സബ് ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു 30 പേരുണ്ടാവും. ഓക്കെ. പിന്നെ അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ 1500 ജൂനിയേഴ്സ് ഇപ്പം എനിക്കൊന്നൊരു 9-10 ക്യാരവാൻ ഉണ്ടായിരുന്നു. 10 ക്യാരവാൻ, അത് മറ്റേ 3 ഡോർ ക്യാരവാൻ, 2 ഡോർ ക്യാരവാൻ ഉൾപ്പെടെ 10 ഉണ്ടായിരുന്നു. ഓ. പ്ലസ് നമ്മളൊരു വലിയ ഹോൾ സെറ്റ് ചെയ്തിരുന്നു. ഈ ബാക്കിയുള്ള 10-20 ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ചെയ്യാനും വിശ്രമിക്കാനുള്ള ഒരു AC ഹോൾ സെറ്റ് ചെയ്തു. പിന്നെ വേറെ വലിയ 2 ഹോൾ ചെയ്തു. ഈ 1500 പേരുള്ള ജൂനിയേഴ്സിന് ഇരിക്കാനും വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സെറ്റിനേക്കാൾ പുറമെ പിന്നെ ടോയ്ലറ്റ് സർവീസ്, അവർക്ക് ടോയ്ലറ്റ് തന്നെ ഒരു 30-40 ടോയ്ലറ്റ് സ്ത്രീകൾക്കും എന്താ പുരുഷന്മാർക്കും സെപ്പറേറ്റ് ചെയ്ത് അതൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പെർമനന്റ് ടോയ്ലറ്റ് ഉണ്ട്, ഈ ടോയ്ലറ്റ് ഉണ്ട്, പല ടൈപ്പ് അത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു എന്താ ഒരു കോർഡിനേഷൻ ഭയങ്കരമായിട്ട് സെറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവർക്കുള്ള അക്കോമഡേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഇവരെത്തിക്കാനുള്ള വണ്ടികള്. അപ്പൊ നമ്മൾ ഈ സെറ്റ് ഇടുന്ന നമ്മളൊരു 2-3 ഏക്കറിൽ 1 ഏക്കറിലൊക്കെ സെറ്റ് നിൽക്കും. ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ 4-5 ഏക്കർ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തുനിന്നാണ് അത്ര ഉണ്ടാകും. നമ്മളൊരു വലിയ കോമ്പൗണ്ടിനകത്താണ് ചെയ്തത്. അതിന് രാവിലെ എത്തിക്കാൻ, ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇവരെ ഫോൺ വിളിക്കാൻ, പിന്നെ കോർഡിനേറ്റേഴ്സ്, പിന്നെ ബോഡി ഗാർഡ്സ്, അങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടെ ഒരു 10,000-2,500 പേര് പെർ ഡേ ഇങ്ങനെ പരിപാടി ആയിട്ടുണ്ട്. അതിനകത്ത് കൂടുതലുണ്ടാവും. 3000 പേര് അടിച്ചിട്ടുണ്ടാവും എല്ലാം കൂടെ. നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫ് ഇല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ആൾക്കാർ, സർവീസ് ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർത്തിട്ട്. ഓക്കെ. ഇത് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിലും ജയജയഹയിലും ബേസിൽ ചേട്ടനാണ് നായകന്മാരുടെ. രണ്ടിലും ബേസിൽ ചേട്ടനെ ഗുരുവായൂർ അമ്പലനട നോക്കുവാണെങ്കിൽ തുടക്കം തൊട്ടേ കോമഡി ആണെങ്കിൽ, മറ്റേനകത്ത് നമ്മള് ജയ പറയുവാണെങ്കിൽ തുടക്കം കുറച്ച് റൂഡായിട്ട്, പിന്നെ കോമിക്ക് നമ്മൾ ചിരിപ്പിച്ച് കൊല്ലും. അവരുടെ ഫൈറ്റ് ആയിക്കോട്ടെ. ഈ ബേസിൽ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ അതെങ്ങനെയായിരുന്നു? ബേസിൽ നമുക്ക് പണ്ടേ ഷോർട്ട് ഫിലിം എടുക്കുന്ന കാലം മുതൽ ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്, ബേസിൽ എടുക്കുന്നുണ്ട്. ബേസിൽ അജു വർഗീസിനെ വെച്ചിട്ടാണ് ഷോർട്ട് ഫിലിം എടുത്തു തുടങ്ങിയത്. ഞാനും അജുവിനെ വെച്ചിട്ടാണ് എടുത്തു തുടങ്ങിയത്. അപ്പം അന്ന് വരെ നമുക്ക് ഒരു പരിചയമുണ്ട്. ഇപ്പം നമ്മളൊരു ഡയറക്ടർ ബന്ധം അന്ന് മുതലുണ്ട്. പിന്നെയാണ് ബേസിൽ നടനായി മാറുന്നത്. ബേസിൽ നമ്മൾ ഒരു വൈബാണ്, ഒരേ ജോവിയൽ ടൈപ്പ് ഒരാളാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, എന്തും ഉറപ്പണായിട്ട് പറയാം, കളിയാക്കാം. അപ്പോൾ അങ്ങനൊരു വൈബ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ സാധനം ചെയ്യണമെങ്കിലും ബേസിനോട് പറഞ്ഞ ബേസിൽ ചെയ്യും. അപ്പൊ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. നമുക്ക് പറയാം, ധൈര്യത്തോട് പറയാം. ഒരു സീനിൽ എന്താ പറയാ ഡ്രസ് ഇടാതെ അഭിനയിക്കണമെങ്കിൽ ബേസിലോട് കയറി ചോദിക്കാം, ആ ഡ്രസ് ഇടാതെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. വേറൊരു ആക്ടർ എടുത്തുമ്പോൾ ചിലപ്പം ഒരു ഇതുണ്ടാവും, ഒരു പുള്ളി ചെയ്യോ ഇല്ലേ, ബേസിലോട് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ സംസാരിപ്പിക്കാം ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ അവന് നല്ലതായി ചെയ്തു കൊടുക്കുള്ളൂ എന്ന് അവനും അറിയാം, എന്താ അവനത് ഗുണം ചെയ്യുന്ന അവനറിയാം. എനിക്ക് അവനെ കൊണ്ട് നല്ലത് ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ബോണ്ടിങ് ആണ് നമ്മുടെ മൂവിക്ക് വന്ന 2 മൂവിയിലും വന്ന ഒരു സക്സസ് അല്ലേ? അതും ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തും ചെയ്യിക്കാം. ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്ന ജയിലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ ഫൈറ്റിങ് പ്രാക്ടീസ് ചെയ്തു, ട്രെയിൻ ചെയ്തു, പഠിച്ചു, ചവിട്ടി ഇട്ടിട്ട് സ്റ്റിച്ച് ഇട്ടു, എന്നിട്ട് വീണ്ടും ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നി പാട്ട് പാടിക്കണമെന്ന്. അപ്പം അവൻ പാട്ട് പാടി നന്നാവുമെന്ന് എനിക്ക് തോന്നി, കോമഡി വർക്കാവുമെന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പെട്ടെന്ന് പാട്ട് പാടണം, അങ്ങനെ ഒന്ന് പാട്ട് പാടിപ്പിച്ചു. അപ്പം നമുക്ക് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും, ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞ ഒരാൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പം നമുക്ക് വേറൊരു നടൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് പറയുന്നതിന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ അത്രയും ഉറപ്പില്ലാത്തൊരു കാര്യം പോയി പറയണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളതിൽ എന്തും പറയാം, എന്തും ചെയ്യിപ്പിച്ച് നോക്കാം. ആ ഒരു എക്സ്പെരിമെന്റൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആക്ടറാണ് നമ്മുടെ ബേസിൽ ചേട്ടൻ അല്ലേ? നിങ്ങൾ ഈ സെറ്റില് എനിക്ക് അറിയാൻ പറ്റിയത് ബേസിൽ ചേട്ടനും വിപിൻ ചേട്ടനും കൂടെ സെറ്റില് സ്പോട്ടിലാ കൗണ്ടർ അടിക്കുന്നതെന്ന്. ശരിക്കും അങ്ങനെ തന്നെ ഭയങ്കര സെറ്റായിരുന്നു. കളിയാക്കൊന്നും അങ്ങനത്തെ തമാശ പറയുന്നല്ല, അതിങ്ങനെ കൗണ്ടറായിട്ടൊന്നും അത് കണക്കാക്കിയിട്ടില്ല. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ചുറ്റും എല്ലാവരും ഉണ്ടല്ലോ, ഈ വരുന്നവരും അതിനൊത്ത് വൈബുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ചുറ്റുമുള്ള സിജു, സാഫ്, ഇല്ലെങ്കിൽ അശ്വിൻ, ഇല്ലെങ്കിൽ ജോമോൻ, ഇപ്പം അനശ്വര, നിഖില എന്ന് പറഞ്ഞ ഇപ്പം ജഗദീഷ് ചേട്ടൻ, ബൈ ചേട്ടൻ, സീനിയർ ആയിട്ടുള്ള അവർ പോലും നമ്മളോട് തമാശ പറയാനും കളിയാക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ നിൽക്കും. പിന്നെ ക്രിക്കറ്റ് കളി. അപ്പം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ പിന്നെ എൻ്റെ വൈഫാണ് കോസ്റ്റ്യൂം, പുള്ളിക്കാരി ഉണ്ടാവും. പിന്നെ ബേസിലെ വൈഫ് ഇടയ്ക്ക് വരും ലൊക്കേഷനിൽ. ഇപ്പം ജയജലാണെങ്കിൽ ദർശനമുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ലക്ഷ്മിയും ഗണേശാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി പോലെയാണ്. അപ്പോൾ എല്ലാവരും ബഹളം വയ്ക്കാൻ, അടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതങ്ങനെ
വൈബില് പോകുന്നേ ഉള്ളൂ. അഭിനയിച്ചില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ 3000-ഓളം ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റിൽ. ഇത്രയും ടെൻഷൻ ഉറപ്പായിട്ട് ആസ് എ ഡയറക്ടർ മൂവിനെ പറ്റി ടെൻഷൻ കാണും, എല്ലാത്തിനെയും പറ്റി ടെൻഷൻ ഉള്ളപ്പം എങ്ങനെയായിരുന്നു സെറ്റ്? ഭയങ്കര ടെൻസ്ഡ് ആയിട്ടായിരുന്നു, ജില്ലായിട്ടായിരുന്നു നിന്നത്? അല്ല, ടെൻഷനില്ല, ത്രില്ലിംഗ് ആയിരുന്നു, ഭയങ്കര രസമുള്ള നമുക്കൊരു യുദ്ധം ചെയ്യാൻ പോകുന്നൊരു ഫീൽ, നമുക്കൊരു പുതിയ സാധനം ചെയ്യുന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇവൻ ഡയറക്ഷൻ ടീം നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രീ സാധനമുണ്ട്, ഷോർട്ട് ഡിവിഷൻ പരിപാടി. ആ സമയത്ത് നമ്മളെല്ലാം പാനിക് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കറക്റ്റ് അല്ല, അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഒരു പ്ലാൻ ഉണ്ടാക്കി സെറ്റായതിനു ശേഷം പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയാവൂ, മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പം നമ്മളെന്ത് വലിയ ജോലി ചെയ്യണമെന്നുള്ള സീന് ഡയറക്ടേഴ്സിനെ കൊണ്ട്. ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ, ഏറ്റവും ചെറിയ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസർ കേൾക്കും, പ്രൊഡക്ഷൻ സൈഡ് കേൾക്കും. കാര്യം ഇവർക്ക് അറിയാവോ ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കേൾക്കും. അപ്പോൾ അവർക്ക് ഫുൾ പവറായിരുന്നു. അപ്പം അവരെല്ലാവരും ആ പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ, ഇപ്പം ജൂനിയേഴ്സിനെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാനും, ഇപ്പം ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആർട്ടിസ്റ്റിനെ അടുത്തുനിന്ന് ഒരു വോയിസ് ഇല്ല ആർക്കും. രാജ്യം മുതൽ ഏറ്റവും താഴെയുള്ള ജൂനിയേഴ്സിന് ഒരു വോയിസ് ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല. വിളിക്കുമ്പോൾ വന്ന് അഭിനയിക്കുക എന്നുള്ളത് അതിനകത്ത് വന്നൊരു അഭിപ്രായം പറഞ്ഞു ഇത് ഇങ്ങനെ എടുക്കാന്നോ അങ്ങനെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. അത്രയും ക്രൗഡാണ്. അരമണിക്കൂർ സീനാണ്. അരമണിക്കൂർ നമുക്ക് ഓൾമോസ്റ്റ് 10,000-1500 ഷോട്ട് ഉണ്ട്. അപ്പോൾ 1500 ഷോട്ടിൽ നമ്മൾ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് 20 ദിവസമായിരിക്കും. നമ്മൾ പല സീനുകളും കൗണ്ടർ എടുക്കുന്ന ഓരോ ദിവസമാണ് എടുത്തിരിക്കുന്നത്. ഓർഡറിൽ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ 20 ദിവസമായപ്പോഴാണ് സീനുകൾ തീർന്നു തുടങ്ങിയത്. അപ്പം ഫുൾ ജിക്സോ പസിലാണ് ഷൂട്ട്. എല്ലാ സീനിന്റെയും പകുതി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈവൻ ഒരു എക്സാമ്പിൾ എടുത്താൽ കൃഷ്ണ സോങ് എല്ലാവരും ഇൻട്രോ ഉള്ള സാധനമാണ്. അത് നമ്മൾ 17 ദിവസം ഷൂട്ട് ചെയ്തു. ഓരോ ദിവസം ഒരു ഷോട്ട് വെച്ചിട്ട് എടുക്കുന്നത്. എല്ലാ ദിവസവും ഒറ്റ ദിവസം കൊണ്ട് എടുത്തു. ഇതിന്റെ പാട്ട് മാത്രമല്ല, അത് ഒറ്റ ദിവസം. ബാക്കിയെല്ലാം ഇപ്പൊ ബേസ് ജോമോനെ നോക്കുന്നത് ഒരു ദിവസമാണ്. യോഗി വേറൊരു സമയത്ത് എടുത്തിരിക്കുന്നത്. ഇപ്പം എന്താ പറയാ നമ്മുടെ മറ്റേ ഈ കുഞ്ഞുണ്ണിയും അമ്മാമ്മ നോക്കുന്ന വേറെ ദിവസമാണ്, രാജു നോക്കുന്ന വേറെ ദിവസമാണ്. അത് ബേസ് ഇല്ല. അതുപോലെ ഇവരുടെ എൻട്രി ഒക്കെ ഓരോരോ ദിവസങ്ങളാണ്. അപ്പൊ ഇവര് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് വരില്ല. സമയത്തല്ലേ രാജുവേട്ടനും നിഖിലയും കൂടെ കൈ പിടിച്ചു വരുന്നത്? അതെ. അപ്പൊ ഇവരുടെ ആ സമയത്ത് കണ്ടിട്ട് വരില്ല. ആ സീൻ എടുക്കുന്ന പോലെ ആർക്കും മനസ്സിലായിട്ടില്ല. സോങ്ങിന്റെ കട്ടാണെന്ന് പലർക്കും അപ്പോഴും മനസ്സിലായിട്ടുണ്ടല്ലോ. ഈവൻ പല ക്യാരക്ടേഴ്സിനും മനസ്സിലായിട്ടില്ല ഇത് സോങ്ങിന്റെ കട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുന്ന ഒരു ഷോട്ട് എടുക്കുന്നു, അത്ര ആൾക്കറിയാം. അപ്പം ഇതിപ്പോ നമുക്ക് മാത്രം അറിയാവുന്ന, ടെക്നിക്കലി ക്യാമറ ടീമിനും ഡയറക്ഷൻ ടീമിനും മാത്രം അറിയാവുന്ന ഒരു പരിപാടി മാറി. അപ്പൊ പിന്നെ നമുക്ക് ത്രില്ലായിരുന്നു. അപ്പൊ പിന്നെ മറ്റ് ആർട്ടിസ്റ്റിനും കൗതുകമായോണ്ട് വലിയ എന്താ പറയാ പരിപാടിയിൽ ഇടപെട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഇടപാടുകളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇവര് അതിനെക്കുറിച്ച് ബോധമല്ലായിരുന്നു. കാര്യം ഇവര് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ചിരിക്കുന്നു, കളിക്കുന്നു, കഥ പറയുന്നു, ഗെയിം കളിക്കുന്നു. അപ്പൊ അല്ല ഇവരുടെ ഷോട്ടായി അവർ മാത്രം പിടിച്ചിട്ട് പോകും, ബാക്കിയുള്ള അവിടെ ഇടും. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പം അവർക്കുള്ളൊരു ഹോളിഡേ മൂഡ് അവർക്കുണ്ട്. അപ്പൊ നമ്മള് ഷൂട്ടിന്റെ ഒരു മൂഡ് നമ്മൾ പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബേസിൽ ചേട്ടൻ ഡയറക്ടറാണ്, രാജേട്ടൻ ഡയറക്ടറാണ്. ഈ ഡയറക്ടേഴ്സിനെ വെച്ച് ഇത് ചെയ്തപ്പം എന്തെങ്കിലും അവരുടെ അടുത്തുനിന്ന് നമുക്ക് ഇൻപുട്ട് ആയിട്ട് എന്തെങ്കിലും അവര് ചെയ്തു തരുമോ? ഇപ്പൊ ഷോട്ട് എടുക്കുമ്പോഴായിക്കോട്ടെ. ഇല്ല, മാക്സിമം അവർ ഇടപെടില്ല. ഞാൻ അങ്ങോട്ട് വല്ലതും ചോദിക്കുന്നെങ്കിൽ മാത്രമേ അവർ ഇങ്ങോട്ട് വല്ലെങ്കിലും പറയാം, അല്ലെങ്കിൽ അവർ ഇടപെടില്ല. കാര്യം ഒരു ഡയറക്ടർ ഡയറക്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ വന്നിട്ട് കമന്റ് പറയുക എന്നുള്ളത് ഏറ്റവും വളരെ മോശമായിട്ട് കാര്യം അവർക്കറിയാം. അപ്പൊ അവർ ചെയ്യുമ്പോൾ ഒരാളൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പൊ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവർ ഒരിക്കലും ആ ഒരു സാധനം അറിയുന്നുണ്ട്. അവർ ഒരിക്കലും വന്ന് ഇടപെട്ടത് ഞാൻ അങ്ങോട്ട് പറയും ഒന്ന് ഇത് കൊള്ളാവോ, ഇത് വർക്കായെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അല്ലാതെ അവരിങ്ങോട്ടൊന്നും ഒരിക്കലും പറയില്ല. ഈ പറഞ്ഞ പോലെ രാജുചേട്ടന്റെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ഭയങ്കര അപൂർവമായി കിട്ടുന്നതാണ് ഈ കോമഡി ക്യാരക്ടേഴ്സ്. രാജുവേട്ടന്റെ ആ ഒരു ശൈലി എടുക്കുകയാണെങ്കിൽ രാജുവേട്ടനെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്തതാണോ, പുള്ളീനെ കണ്ടിട്ടാണോ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്? അല്ലല്ല, അത് പല നടന്മാരുടെ പല ഡയറക്ടേഴ്സിനോട് പോയ സിനിമയാണ്. അപ്പം ലാസ്റ്റ് എന്റെ വരുമ്പോഴാണ് എനിക്ക് ജെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഐഡിയയിലാണ് അപ്പം രാജുവായിട്ട് വേറൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിലാണ് ഹീറോ ആയിട്ട് നമ്മൾ ഇന്നലെ ലീഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ട്. അപ്പം അപ്പുറത്ത് സ്ട്രോങ് ആയിട്ടൊരാൾ, ബേസിലേക്കാൾ പവർഫുൾ ആയിട്ടൊരാൾ വേണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ രാജുവായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ജയ്ക്ക് ശേഷം നമ്മളൊരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടോട്ട്. അപ്പോഴെന്നാ ചോദിച്ചു നോക്കാന്നുള്ളതിൽ ഇങ്ങനൊരു ക്യാരക്ടർ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഇത് കേൾക്കണമെന്നായി. പുള്ളിക്ക് കഥ ഓൾറെഡി അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞൊരു നരേഷൻ പുള്ളിക്ക് അറിയില്ല. അപ്പൊ ഞാനത് ഇങ്ങനെയാണ് ഞാൻ മാറ്റി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കേൾക്കാൻ പറ്റുമെന്ന് വെച്ച് നമ്മൾ പോയി പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് വർക്കായി. പുള്ളി വന്നത് ആക്ച്വലി രാജേട്ടന്റെ കഥ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ശരി അളിയനോടുള്ള പ്രേമം സത്യം നമുക്ക് വേറെ എവിടെ ഇങ്ങനെ ഒരു പ്രേമം കണ്ടിട്ടില്ല കേട്ടോ. അളിയന്മാര് തമ്മിലുള്ള നല്ലൊരു ശരിക്കും അത് കോമഡി ആയിട്ട് ശരിക്കും വർക്കൗട്ട് ആവുകയും ചെയ്തു. തുടക്കം തൊട്ട് നമ്മൾ സിനിമയിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇന്റർവെൽ വരെ ഓക്കെ എപ്പോഴാ തിരിയുന്നേ എന്നൊരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ട കഥയും
അവസാനം ഇപ്പൊ നമ്മള് റിലീസായ ഔട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? സ്ക്രിപ്റ്റ് ഒത്തിരി ഉറപ്പായിട്ടും ചേഞ്ചസ് ഉറപ്പായിട്ടും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്യും. അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം ഈ ആ മെയിൻ ട്വിസ്റ്റ് പ്ലോട്ട് ആ സിനിമ ടൈറ്റിൽ തന്നെ നമ്മൾ പോയില്ലേ. ഓക്കെ. സാധാരണ ഒരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ ഇന്റർവെല്ലൊക്കെ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് എങ്കിലും 40 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാണ്ട സാധനമാണ് നമ്മൾ 10 മിനിറ്റിൽ ഇട്ട് കൊടുത്തത്. അപ്പം അപ്പോഴേ ആളുകൾ ഇന്നായി. ഇനിയിപ്പം യെസ്. ഇപ്പം എപ്പോഴാണ് തിരിയുന്നേ? അതെ, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൽ ആളുകളെ കൂടെ എൻഗേജ് ചെയ്ത് ഗെയിം പോലെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിം കളിക്കുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അയാൾക്കറിയാവുന്ന കുറേ രഹസ്യങ്ങൾ ആ സിനിമയിലുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പം ദൃശ്യമൊക്കെ ഭയങ്കര ഹിറ്റായതിൻ്റെ ഏറ്റവും മെയിൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രഹസ്യം മോഹൻലാലിനും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനാണ് അറിയാത്തത്. അത് നമ്മൾ വലിയ എന്തോ ആളാണെന്ന് നമുക്ക് തോന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ ഇതിനകത്ത് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പ്രേക്ഷകർക്ക് അറിയാം ഇവർ ക്യാരക്ടേഴ്സ് എല്ലാം മണ്ടന്മാരാണ്, ഇവർക്കൊന്നും അറിയില്ല, നമുക്ക് മാത്രം ഈ മണ്ടന്മാരെന്താ ചെയ്യാൻ പോകണം. അതിന്റെ ചിരിയാണ് ഇതിനകത്ത് നമുക്ക്. അത് ഞാൻ ജയിലൊരു 10 മിനിറ്റ് പോയിന്റിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വർക്കായി. ഓക്കെ. സിനിമ ചെയ്തപ്പോൾ അത് ഭയങ്കര സീനാവുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ദൃശ്യത്തിന് ആ ഒരു ഫീൽ തന്നെ അഡോപ്റ്റ് ചെയ്താണ്. അത് സിനിമ ഉണ്ടാവും ഭയങ്കര രസമായിട്ട് തോന്നി എല്ലാവർക്കും. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നി ഇപ്പൊ എല്ലാവർക്കും. അപ്പൊ അവിടെ ഇങ്ങനെ ബേസിൽ ചവിട്ട് കിട്ടിയതിനു ശേഷം അടുത്ത ഫൈറ്റ് വരുന്നവരെ ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസും സംസാരമൊക്കെ പ്രേക്ഷകർക്കും അറിയാം, ഇവർക്കും അറിയാം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ അറിയില്ല. നാട്ടിലുള്ള ഓൾറെഡി അമ്മ ചോദിക്കുന്നുണ്ട് ആ പെണ്ണിനെ എടുത്തിട്ട് അടിച്ചു എന്ന് പറയുന്ന കോഴി ഫാമിലുള്ളവർ സംസാരിക്കുന്നു ചവിട്ടിയ പ്രശ്നമാണെന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ആളുകൾക്ക് ചിരി വരുന്നത്. ഇത് എന്താ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. അപ്പൊ ആ ഒരു 10 മിനിറ്റ് സിനിമ ഭയങ്കര ഹുക്കായിരുന്നു ആളുകൾക്ക്. ഞാൻ ചിലപ്പോൾ അവിടെ ലാഗ് ആവുന്ന ഒരു സാധനമാണത് ആ ഏരിയ. പക്ഷെ അത് ഭയങ്കര ഹുക്കായിരുന്നു ആളുകൾക്ക് ശരിക്കും. അപ്പൊ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തു, നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തു. അപ്പൊ ആളുകൾ അതിൽ ഭയങ്കര എൻജോയ് ചെയ്ത് അതിന്റെ കൂടെ ആ ഒരു സസ്പെൻസ് തുടക്കം തൊട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തല്ലുന്നുണ്ട്. ചേട്ടനെ പറ്റി അനുശ്വര പറയുമ്പോഴേ ഓൾറെഡി തല്ല് വരുന്നുണ്ട്. അതെ, അപ്പൊ അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. പ്രേക്ഷകർക്ക് അറിയാം, ക്യാരക്ടേഴ്സിന് അറിയാത്തൊരു അതൊരു ന്യൂ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഭാഗമാണ് സിനിമയുടെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് സിനിമയാണ് പല സിനിമകളിലും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സിനിമ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനമാണത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോന്ന് അറിയില്ല, എനിക്കത് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യോഗി ചേട്ടൻ, യോഗി ബാബു, പുള്ളിനെ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തായിരുന്നു അതോ പുള്ളിയും ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ക്യാരക്ടർ പുള്ളിക്ക് കൊടുക്കാം എന്നുള്ള രീതി? നമുക്ക് പുള്ളിയുടെ അവൈലബിലിറ്റി ആയിരുന്നു മെയിൻ പ്രശ്നം. നമുക്കത് എപ്പോഴും കിട്ടില്ലല്ലോ. പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ്. പിന്നെ അതുപോലെ ലാസ്റ്റ് മിനിറ്റ് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ അവിടെ വരുമ്പോൾ അയാൾ നമുക്കൊരു പുതിയൊരാളോ ഇല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി താഴെ നിൽക്കുന്ന ഒരാൾ വന്നാൽ ചിലപ്പം അതത്രയും പൊങ്ങില്ല. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ആക്ടർ, സൂപ്പർ ആയിട്ടൊരു ആക്ടർ, നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അയാളുടെ ഓഫ് സ്ക്രീൻ ഇമേജ് കൂടി നമ്മൾ അതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി പെട്ടെന്ന് ആ ക്യാരക്ടർ ഇത് കുറെ നേരത്തെ സിനിമയിൽ ഉണ്ടല്ലോ എന്നൊരു ഫീൽ വന്നു. നമ്മളിപ്പോൾ ക്ലൈമാക്സ് കാണുമ്പോൾ യോഗി ബാബു അത്രയും ഇമ്പാക്ട് ഇല്ലെന്ന് പലരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഇത്രയും നേരം 1.5 മണിക്കൂർ പെർഫോം ചെയ്ത ആൾക്കാരുടെ കൂടെ ആ സമയത്ത് വന്ന ഒരാൾ കൂടെ പെർഫോം ചെയ്യാം. അപ്പോഴയാളൊരു പുതിയ ക്യാരക്ടറായിട്ടോ ഇപ്പൊ വന്ന ഒരാളായിട്ടോ ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. അയാൾ ഞങ്ങൾ ഈ സിനിമ തുടങ്ങി പോകുന്നതിലേ കാണുകയാണല്ലോ, എന്ന ഫീലാണ് ആളുകൾ കാണുന്നത്. അപ്പം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ. പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എല്ലാരും ശ്രദ്ധിച്ച്, പുള്ളി മലയാളം ഇപ്പം വിപിൻ ചേട്ടനോട് വർക്ക് ചെയ്തപ്പം മൂവിക്ക് ശേഷം എന്തെങ്കിലും പുള്ളിയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് പുള്ളി സിനിമയൊക്കെ ഇഷ്ടപ്പെട്ട് പുള്ളി വിളിക്കുകയും ചെയ്തു. പുള്ളി ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് മലയാള സിനിമ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മളോടൊക്കെ സിനിമ ആഗ്രഹമുള്ള ആളാണ്. എല്ലാം സെറ്റ് തമിഴിലെ അത്യാവശ്യം ലീഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു ആക്ടറാണ് പുള്ളി. എല്ലാ മൂവീസും എല്ലാ ഹീറോസിന്റെ കൂടെ ഉള്ള ഒരു വലിയൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ജയഹയുടെ സെയിം ടീം തന്നെയാണ് ഗുരുവായൂർ അമ്പലനട ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു സെയിം ഒരു ടീമിൽ നിന്ന് അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ആ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? സെയിം ടീം അതിലുണ്ടായിരുന്ന കുറെ ടെക്നീഷ്യൻസ് ഇതിനകത്തുണ്ട്, എന്തായാലും ഉണ്ട്. ആർട്ടിസ്റ്റ് എടുക്കണ ബേസിൽ ചേട്ടൻ ബേസിന്റെ അമ്മയായിട്ട് അഭിനയിച്ച അമ്മ, അവരൊക്കെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലും ഇല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ മനപ്പുറം കാസ്റ്റ് ചെയ്തതല്ല. ഇവരൊക്കെ ഞാൻ ഇപ്പൊ കനകൻ ചേച്ചിക്ക് റീപ്ലേസ് ചെയ്ത ഒരാൾ എനിക്ക് കിട്ടിയിട്ടില്ല, അന്നും കിട്ടില്ല, ജയജലം കിട്ടില്ല, ഇവരെയും കിട്ടിയിട്ടില്ല. കനകൻ ചേച്ചിയുടെ ക്യാരക്ടർ ഇനിയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയുടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അവർ നല്ല രസകരമായ കോമഡി സീനുണ്ട്. ഇപ്പൊ തോന്നുന്നു അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ ചിരിച്ചെന്നേന്ന് തോന്നി. നല്ല കോമഡിയുള്ള സീനാണ്. പക്ഷെ സിനിമയുടെ ആവശ്യമുണ്ടോ, ആളുകൾ ചിരിക്കുമോ എന്നൊക്കെ കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ എടുത്ത് കളഞ്ഞാണ്. നമുക്കറിയില്ല ഇത് എങ്ങനെ തിയേറ്ററിൽ റെസ്പോണ്ട് ചെയ്യാം. അപ്പം അവർക്ക് പെർഫോമൻസ് കൊണ്ടിട്ടാണ്, അല്ല ജയജൽ ഉള്ളതുകൊണ്ട് അല്ലേ? ഓക്കെ. ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ജയ ഹേ, ഗുരുവായൂർ അമ്പലനട, ഇതിന്റെ രണ്ടിന്റെ കോസ്റ്റ്യൂം ചെയ്ത് അശ്വതി ചേച്ചി അല്ലേ? മൂന്നിന്റെ അന്താക്ഷരിയുടെ മൂന്നിന്റെയും വാഴയുടെയും വരാൻ പോകുന്നത്. നിങ്ങള് ഫാമിലി ആയിട്ട് നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് ഇറങ്ങിക്കോണോ സിനിമ എടുക്കാൻ വേണ്ടി? അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് അഭിനയിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കൊടുക്കണ്ടേ. പുള്ളിക്കാരി അത് ചെയ്യും, നന്നായിട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് എനിക്കിത് തോന്നിയിട്ടാണ് കൊടുത്തത്. അപ്പം അത് ഒന്നും മോശമാക്കിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട്
അല്ല ഞാൻ എൻ്റെ വീട്ടിലെ ഒരാളെ പിടിച്ച് ആ വർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് എല്ലാവരും സിനിമയിൽ അഭിനയിപ്പിക്കണം അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. അത് ആ പ്രൊഫഷൻ പക്ക ചെയ്യുന്നതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ പുള്ളിക്കാരത്തി നമ്മുടെ മൂവിയിൽ ഔട്ട് തന്നായിരുന്നോ കോസ്റ്റ്യൂം? ഉറപ്പായിട്ടും തരുന്നുണ്ട്. എനിക്ക് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ കൊടുക്കില്ല, ഉറപ്പായിട്ടും കൊടുക്കില്ല. കാര്യം അത് പിന്നെ ചീത്തപ്പേരാകാൻ പാടില്ലല്ലോ. അപ്പം എൻ്റെ ഒരു പേര് കൊണ്ട് പുള്ളിക്കാരി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുള്ളിക്കാരി വേറെ പടങ്ങൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വാഴയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെളിയിലുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പടം ചെയ്യണമെന്ന് ഇപ്പം ലിജുവായിട്ട് പടം ചെയ്യാനുള്ള ഡിസ്കഷനൊക്കെ ഇടയ്ക്ക് നടത്തിയായിരുന്നു നമ്മൾ. അപ്പം പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളിക്കാരി ചെയ്യണമെന്ന് തന്നെയാണ്. അവൾക്കും ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. അതെ, ഉറപ്പാണ്. നമ്മുടെ ഒരു നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമല്ലോ. ബിക്കോസ് അതൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ഒരാളിന് മാത്രം ഒതുങ്ങാൻ പാടില്ലല്ലോ. പൊതുവേ ഈ പറയുന്ന പോലെ എന്താ പറയുക, പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ത്രീകളെ ഇൻഡിപെൻഡൻസ് ആയിട്ട് വിടത്തില്ല ചില ആൾക്കാർ. അപ്പം ചേട്ടാ അങ്ങനെ ഒരു ആളല്ല അല്ലേ? വിടത്തില്ലെന്ന് വെച്ചാൽ അത് വിടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പൊതുവേ നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉണ്ടാവും, എല്ലായിടത്തും എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളത് പുള്ളിക്കാരുടെ അവകാശമാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് അവകാശം. ഞാൻ കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ്. നമ്മൾ ജയജയത്തിൽ വെച്ചോളെ നീ കൊടുത്തിട്ട് വേണോ ഉള്ള സ്വാതന്ത്ര്യം അല്ലേ? ചെയ്യുന്നുണ്ട്. നൈസ്. ഓക്കെ, ഞാനത് പറഞ്ഞത് ഇനി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും, വേണ്ട. ഇപ്പൊ വാഴ പറഞ്ഞ പോലെ വാഴയ്ക്കകത്ത് റൈറ്ററാണ്, സ്ക്രിപ്റ്റ് ചേട്ടൻ്റെ വകയാണ്. ഈ വാഴയിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത്? ശരിക്കും നമ്മൾ ജയയുടെ ഒരു മെയിൽ വെർഷനാണ് വാഴ. വളരെ ഇമോഷണൽ ആയിട്ടൊരു സിനിമയാണ്. അപ്പം അത് ജയക്ക് മുന്നേ എഴുതി തുടങ്ങിയ സിനിമയാണ്. ആദ്യം വാഴയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. പിന്നെ അത് വാഴ നടക്കാതായിട്ടാണ് പിന്നെ ഞാൻ വേറെ അന്താക്ഷരി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ജയയിലോട്ട് വന്നു. അതിന് ഫീമെയിൽ വെർഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായെന്ന് തോന്നി. കുറച്ച് വീട്ടിനകത്ത് നിൽക്കലോ പടം. ഇത് വാഴയ്ക്ക് കുറച്ച് അത്യാവശ്യം ബഡ്ജറ്റുണ്ട്. അപ്പം പറഞ്ഞാൽ മൊത്തം പിള്ളേരുമാണ്. ഡെഫിനറ്റ്ലി. അത് ഞാൻ ചോദിച്ചത്, വാഴയുടെ പോസ്റ്റർ ഉണ്ടല്ലോ, ഐ മീൻ ഇപ്പം നമ്മൾ എന്ത് കണ്ടാലും വാഴ സീരിയസ് മൂവിയാന്ന് പറയത്തില്ല, കോമഡി മൂവി എന്ന് പറയും, പക്ഷെ സീരിയസ് അല്ലേ? ചെറിയൊരു കുഞ്ഞു കോമഡിയിലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഭീകര കോമഡിയാണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ അങ്ങനെ ആർത്തിൽ രസിച്ചിരിക്കുന്ന കോമഡിയിലൊക്കെ കൂടുതൽ അതൊരു ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. നമുക്ക് എന്താ പറയുക, എനിക്ക് അതിൻ്റെ വർക്ക് ചെയ്തവരും കണ്ടവരും അല്ലെങ്കിൽ അഭിനയിച്ചവരൊക്കെ ഇതൊരു ഭയങ്കര കോമഡി പടം എന്നുകൊണ്ട് വന്ന് അഭിനയിച്ചിട്ട് ഇത്രയും ഇമോഷണൽ പടമാണല്ലോ ഇത്. ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ ജയിൽ എന്തൊക്കെ നമ്മൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തോ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ പൊളിറ്റിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജയിലും പറഞ്ഞതും പലയിടത്തും കണ്ടിട്ടും കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതൊരു വലിയ കോമഡി പടമായിട്ട് ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ജയ് നമ്മൾ സ്ത്രീപക്ഷ സിനിമയാണ്, അത് കോമഡി ട്രീറ്റ് ചെയ്യുന്നൊരു പുതുമയുണ്ടായി. അപ്പോൾ ആണുങ്ങളുടെ സിനിമ നമ്മളൊരു എക്സ്ട്രീം ഒരു കോമഡി സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് വലിയ പുതുമയൊന്നുമില്ല. അത് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നി. അങ്ങനെ പിന്നെ ജയ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ എനിക്കും ഫീൽ ചെയ്യും. പിന്നെ അത് വേറൊരാൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തൂടെ ആനന്ദ് മേനോനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പുള്ളിക്ക് കൊടുത്തത്. അപ്പം പുള്ളി അതിൻ്റെ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആനന്ദേട്ടൻ്റെ നമ്മുടെ ഗൗതമിൻ്റെ അതെ. അപ്പം വേറൊരു ഡയറക്ടർ വരുമ്പോൾ അതിൻ്റെ ഒരു POV വേറെ ആകുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയേണ്ടതാണ് നമുക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി. ആനന്ദേട്ടൻ തന്നെ നമ്മുടെ ജയജയുണ്ട് താനും. അതെ. അപ്പം ആനന്ദ് ഇപ്പം ഞാൻ ചെയ്താൽ ജയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വരാനേ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ വേറൊരാളെ തന്നെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ റൈറ്ററാണ്, സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്ഷൻ ചെയ്യും. എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഇത്ര ആഴത്തിൽ ഏതൊരു ടോപ്പിക് എഴുതിയാലും അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളും കാണും, കോമഡിയും കാണും. എന്നാൽ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ചിന്തിക്കും, അത് നമ്മൾ ഒരു സെക്കൻഡിൽ നമ്മളവിടെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ്, ജയയുടെ ക്ലൈമാക്സ് മഞ്ജു ചേച്ചി വരുന്ന ആ മൊമെൻറ്റിൽ മഞ്ജു ചേച്ചി വന്ന ആദ്യമേ ബേസിൽ ചേട്ടനെയാണ് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കറിയാം പക്ഷേ പുള്ളീൻ്റെ കയ്യിൽ തെറ്റുന്നു, പക്ഷെ നമ്മൾ പിന്നീട് കാണുമ്പോൾ ദർശനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി കറക്റ്റ് ഇതിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സ്? അങ്ങനെ അറിയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ യൂസ്ഡായി ട്രെയിൻഡായി എന്നുള്ള സാധനം പറയും. നമുക്കിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയെന്ന് ഞാൻ പറയില്ല. എക്സ്പീരിയൻസ് ഒരു വളരെ മോശം വാക്കായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ട്രെയിൻഡായി നമ്മുടെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, എങ്ങനെ ആളുകളോട്ട് എത്തിക്കുക എന്നുള്ള ട്രെയിനിങ് നമ്മൾ കിട്ടിയെന്ന് തോന്നി. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ
ആളുകൾ ചിന്തിക്കുന്ന രീതിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ജയിലാണെങ്കിൽ ഇപ്പം മഞ്ജു ചേച്ചി ബേസിൽ ആദ്യം സപ്പോർട്ട് ചെയ്യുമ്പോൾ നോർമലി ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരാൾ ഒരു ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആദ്യം നോക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നോക്കുള്ളൂ, പിന്നെ ആണുങ്ങളിലോട്ട് പോകുള്ളൂ. അപ്പം ആണുങ്ങളായിരിക്കും അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം. നോർമൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു സമൂഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരുടെ പ്രശ്നം. നമ്മൾ ഇത്രയും നേരം ഈ സിനിമ കണ്ടാണ്, ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും അറിയാം, രാജേഷിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പോൾ ഒന്നൊരു ജഡ്ജി നേരെ രാജേഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള അതുവരെ നമ്മൾ തണുത്ത സിനിമ ഉണ്ടെങ്കിൽ ഷോയിൽ വന്നവർ പെട്ടെന്ന് അങ്ങോട്ട് രോഷം കൊള്ളുകയും അതെന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ സെൽഫായിട്ടൊരു ടെൻഷൻ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ടെംപ്റ്റ് ചെയ്യിച്ചിട്ട് പിന്നെ മഞ്ജു പിള്ളയുടെ ജഡ്ജിക്ക് തിരിച്ചറിവ് വരുവാണ്, ഇവളല്ല ഇവനാണ് പ്രശ്നമെന്ന് മനസ്സിലാകുമ്പോൾ ഇവർ ഞാൻ ആലോചിച്ചു തന്നെയാണെന്ന് ആ ഒരു സൈക്കോളജി ആളുകൾക്ക് തോന്നുകയും അപ്പോൾ ഇവർ പിന്നെ തമാശ പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. ഈ രാജേഷിൻ്റെ ചേട്ടനോ പണി കൊടുക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ചിരി വന്നത് നമ്മളെപ്പോലെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളൂടെ ആയി എന്ന് പറയുന്നൊരു സ്പേസിലൂടെ ആ സിനിമ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് എഴുതിയിരുന്നത്, വരുന്നു നേരെ JS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നോർമൽ സീനായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ആളുകളും കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രേക്ഷകരെയും കൂടെ കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ് ഞാൻ എഴുതുന്ന സ്ക്രീൻ പ്ലേയുടെ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം. അതാണ് എൻ്റെ വ്യത്യാസം. പ്രേക്ഷകരെ എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ നിന്ന് ഓരോ കഥകൾ എടുത്തിട്ടുണ്ടോ ചേട്ടൻ? ഇപ്പോൾ JJ മൊത്തം റിയൽ ലൈഫിൽ സാധനങ്ങളല്ലേ, നമ്മൾ ഫൈറ്റ് മാത്രമാണ് നമ്മൾ ആഡ് ഇട്ട സാധനം, അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനം. ഇപ്പം ഊട്ടി ടൂർ പോകുന്ന മുതൽ അല്ല മറ്റേ ഈ ഭയങ്കര ടോക്സിക്കായ കാമുകൻ, ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച 90% സാധനങ്ങളും പലരുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് കാണുന്നവർ പറഞ്ഞാൽ എൻ്റെ ലൈഫിലാണ് നടന്ന കാര്യമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് റിയൽ ലൈഫിൽ തന്നെ എടുത്തൊരു സാധനമാണ്. ചില സിനിമകൾ നമ്മൾ ഇപ്പോൾ മുദ്ദുക പോലെ സിനിമ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലനാട പോലത്തെ സിനിമകൾ ചിലപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് എടുക്കാതിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ അത് കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞ സത്യം. ഇപ്പം ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു കപ്പിൾസ് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെ പുരുഷന് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. അവിടെ സ്ത്രീക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം വരത്തില്ല, എന്താ അവളുടെ ഡിവോഴ്സ് ആയ, അവിടെ ഒരു ക്രിട്ടിസൈസ് ഫീമെയിൽസിനെ വരത്തുള്ളൂ. അതത്രേ വരുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ആ സിനിമയിൽ തന്നെ ഞാൻ മനസ്സിലുണ്ട്, ഡിവോഴ്സായ സ്ത്രീകളായിരിക്കും ഹാപ്പി, പുരുഷന്മാരായിരിക്കില്ല ഹാപ്പി എന്നുള്ളത്. കാര്യം അവരായിരുന്നല്ലോ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷന്മാരാണല്ലോ ആ ഫാമിലി ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലെഫ്റ്റും റൈറ്റും ഇവർ നിന്നിട്ട് ഓരോ ഹെൽപ്പ് ചെയ്താണ് ഈ വീട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവരുടെ ലൈഫും. സ്ത്രീയാണെന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അവരൊന്നും ഫ്രീ ആയി, പിന്നെ ഇയാളുടെ കഷ്ടപ്പാടിൽ നിന്ന് ഫ്രീ ആയി, ഇയാളുടെ ടോക്സിക് സഹിക്കേണ്ട എന്നുള്ളതില്ല. അതുകൊണ്ട് അവർ ഹാപ്പി ആയി, ഓട്ടോമാറ്റിക് അവർ ഹാപ്പി ആവും. ഇപ്പുറത്താണ് നേരെ തിരിച്ചാണ്. എൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് മിസ്സായി. എനിക്ക് എന്താ കുടിക്കാൻ വെള്ളം മുതൽ ഡ്രസ്സ് മുതൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരുന്ന, ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ടായിരിക്കും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ണർ. അപ്പോൾ അത് പോയാൽ പോലും നമ്മൾ താഴെ പോകും. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പുതിയൊരാളെ കണ്ടുപിടിച്ച് അതിലോട്ടെത്തി അയാളെ നമ്മളെ ജോലികൾ ഏൽപ്പിക്കണം. നമ്മൾ പുരുഷൻ അങ്ങനെയാണ്. നമ്മുടെ ജോലികൾ, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ അവരെ ഏൽപ്പിച്ച് അവരെ നമ്മളെ കൂടെ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതൊരാരും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആണുങ്ങളെപ്പോഴും വിഷമത്തിലും, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും മെജോറിറ്റി ആണുങ്ങൾ വിഷമത്തിലും പെണ്ണുങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും ഡിവോഴ്സിൽ തീരുന്നത്. യെസ്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒരു കഥ ഒരു ഐഡിയ കിട്ടി, ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റിൻ്റെ മോഡലിലേക്ക് ആക്കുക എന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലവർ പല സ്ഥലത്തേക്ക് മാറിപ്പോവും, ഐസൊലേറ്റഡ് ആയിട്ട് പോവും. ചിലവർ കുഴപ്പമില്ല ഒരിടത്ത് മാറി ചെയ്യും. അങ്ങനെ പല രീതിയിൽ ചെയ്യും. ചേട്ടൻ എങ്ങനെ ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്? ഞാൻ അങ്ങനെയൊന്നും എഴുതില്ല. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോട് അങ്ങനെ മാറി ഇരുന്ന് മറ്റേ ഭയങ്കര നല്ല ശാന്തമായ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊന്നും എഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നും നമ്മൾക്കങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല, സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളത് യൂസ്ഡായി, നമ്മൾ ഏത് മോശം സിറ്റുവേഷനിൽ നിന്ന് എഴുതി അത് യൂസ്ഡായി. രണ്ട്, ഞാൻ കഥയിലല്ല ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന സിനിമ. കഥ എന്നുള്ള സാധനം ആരും ഒന്നൊരു നല്ല കഥ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. കഥയല്ല എല്ലാം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എനിക്കിപ്പം എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഓരോ നിമിഷവും ഒരു മിനിറ്റിൽ എനിക്കൊരു കഥ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന ആളാണ്. എനിക്ക് പെട്ടെന്നൊരു ഇപ്പോൾ ഇവിടെ വെച്ചൊരു സിറ്റുവേഷനിൽ കഥ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി തരും. അത് നിങ്ങൾ കേൾക്കാത്തൊരു കഥ തന്നെ ആയിരിക്കും. പക്ഷേ ഈ റൂം വെച്ചിട്ട് തന്നെ ഒരു കഥ ഉണ്ടാക്കി തരും. പക്ഷേ അതൊരു ശരിക്കും സിനിമയാവില്ല. സിനിമയാവാൻ അത് പോരാ. സിനിമ ആവണമെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ 2 മണിക്കൂർ ആളുകൾ എൻഗേജ് ചെയ്യുന്ന ഘടകങ്ങളെല്ലാം കൊണ്ടുവന്നൊരു സിനിമയായിട്ട് എത്തിച്ചാലേ ഒരു സ്ക്രീൻ പ്ലേയിലോട്ട് ഒരു സ്ട്രക്ചറെങ്കിലും എത്തിയാൽ അത് സിനിമയിലോട്ട് മാറുള്ളൂ. അപ്പം
കഥ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാവരും ലോകത്തുള്ള ഏത് മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചാലും ഒരു കഥയുണ്ടാവും. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ അയക്കുന്ന ഞാനൊരു ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും മനസ്സിലൊരു കഥയുണ്ടാവും. കഥയില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല. ആരെടുത്താലും ഒരു കുഞ്ഞു കഥ അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അവർക്ക്. ചിലപ്പം പല സിനിമകളിൽ ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ പല സിനിമകളിൽ കണ്ട സാധനങ്ങളോ ചിലപ്പോൾ പുതിയ തന്നെ സാധനമായിരിക്കും. ചിലപ്പം അത് അതിൻ്റെ 99% സിനിമ ആക്കാനും പറ്റാത്തൊരു സാധനമാണ്, പക്ഷേ ആൾക്ക് അത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ കഥ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഓക്കെ വച്ചിരിക്കുക ഇരുന്ന് പറയുള്ളൂ. കഥ എനിക്ക് ആവശ്യമില്ല, അത് കഥ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല. നമുക്ക് ആവശ്യം സ്ക്രീൻ പ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ്. അത് എത്രത്തോളം പണിയെടുത്ത് അത് ഉണ്ടാക്കിയെടുക്കണം, അതിന് കുറച്ച് പണിയുണ്ട്. അതിൻ്റെ പുറത്താണ് പിന്നെ സിനിമ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് രണ്ടും ഉണ്ടെങ്കിൽ സിനിമയുള്ളൂ. അപ്പോൾ കഥ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമല്ല. അപ്പം എഴുതുന്ന രീതിയിലും ഈ വ്യത്യാസമുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് എഴുതി തീരില്ല. ഇപ്പം ഞാനൊരു റൂം എടുത്തിരുന്ന ഒരു 10 ദിവസം ഒരു മാസം കൊണ്ട് എഴുതി തീർക്കാന്ന് വെച്ചാൽ തീരില്ല. അത് എൻ്റെ എഴുത്ത് അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വീണ്ടും മാറ്റും. എല്ലാം കഴിഞ്ഞിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മാറ്റും. മിക്സിങ്ങിന് ഞാൻ വീണ്ടും മാറ്റും. അപ്പം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ സിനിമ തീരുന്ന റിലീസിന് തൊട്ട് മുമ്പ് ഞാൻ സിനിമ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ സ്ക്രിപ്റ്റ് പ്രോസസ്സ് തീരാറില്ല. അപ്പോൾ പിന്നെ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം ഞാൻ റൂം എടുത്തിരുന്ന് എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അത് നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് വേറെ കുറേ ഐഡിയാസ് വരും. നമ്മൾ കാണുന്ന ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് മാറ്റി എഴുതും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഏത് സീൻ എടുത്താലും ഇപ്പം അങ്ങനെ മാറ്റാൻ പറ്റും. നമ്മളിപ്പം ഈ രാജുവിൻ്റെ സീനുകൾ ഗുരുവായൂരിൽ മിക്ക സീനുകളും ഞാൻ വീട്ടിൽ ഓരോ ജോലി ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. രാജു മീൻ കഴുകുന്നുണ്ട്, എല്ലാം അങ്ങനെ നമുക്ക് ആ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക രാജുവിനെ. അന്നെന്ന് വെച്ചാൽ നമുക്ക് രാജു അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല, എന്നാൽ അവനെ ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്ക്രീൻ പ്ലേയിൽ അത് ഉണ്ടാവില്ല. മീൻ കഴുകുന്ന പരിപാടി സ്ക്രീൻ പ്ലേ ഇല്ല. അപ്പം തന്നെ ഒരു ഡയലോഗ് ആഡ് ചെയ്ത് ഇത് എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ ഈ മീൻ വരയിട്ട് ഒരുക്കണമെന്നല്ലേ എന്ന സാധനം വരും. അപ്പം അത് നമ്മൾ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്നതല്ല, ആ സമയത്ത് ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റാണത്. ഒരു കംപ്ലീറ്റ് ബൈൻഡഡ് സാധനം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്താക്ഷരി എടുക്കുകയാണെങ്കിൽ അന്താക്ഷരി, ജയ ജയ ഹേ, ഗുരുവായൂർ അമ്പലനട, ഇനി വരാനിരിക്കുന്ന വാഴ, ഇതിൽ 3 എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പുതുമകളാണ് ഓരോ മൂവീസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? അല്ല, പുതുമകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അതെന്തായാലും ആ സിനിമയ്ക്ക് എന്താണ് ആവശ്യം, ഈ പറഞ്ഞ ആ സിനിമ എങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടണം, എൻഗേജ്ഡ് ആക്കണം, ഇതാലോചിച്ചിട്ട് ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന പുതുമകളേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുദ്ദുക എടുത്താലും അതിനകത്തൊരു ഉമ്മ വെച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതും ഒരു പുതുമയായിട്ടാണല്ല ചെയ്തത്. അത് ആളുകൾ ഹുക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് ഒരു പരിധിവരെ പറ്റിയില്ല. അപ്പോൾ ഞാൻ അന്താക്ഷരിയിൽ അത് നീ പറഞ്ഞ പുതുമയാണെങ്കിൽ അന്താക്ഷരി കളിക്കുന്ന പോലീസാണ് വളരെ പുതുമയുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ ത്രില്ലറും കൂടെ, അപ്പം അതൊരു പുതുമ സാധനം തന്നെ ആയിരിക്കും. അപ്പം ഞാനങ്ങനെ പുതുമ വരാൻ വേണ്ടി ചെയ്തതല്ല, അത് കഥ അങ്ങനെ ചെയ്തെടുത്താണ്. നമ്മുടെ പുതുമ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ജയിലും സ്ഥിരം സ്ത്രീകളുടെ കഷ്ടപ്പാട് പറയുന്നൊരു സിനിമയാണെങ്കിൽ അത് കോമഡി ആയിട്ടും ഫൈറ്റായിട്ടൊക്കെ ഇങ്ങനെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഇപ്പോൾ ഗുരുവായൂരിൽ വരുമ്പോഴും അത് തന്നെയാണ്. അടുത്ത വാഴ വരുമ്പോഴും എല്ലാവരും കോമഡി പടമായിട്ടാണ് ആ പയ്യന്മാരുടെ ബോയ്സിൻ്റെ പടം കാണുന്നത്. അപ്പം ഞാനത് എന്നാൽ കുറച്ച് ഇമോഷണലി ചെയ്ത് കളയാം എന്നുള്ള തീരിലോട്ടാണ് മാറ്റി എഴുതിയത്. ഞാൻ സ്പോണ്ടേനിയസ് ഒരു സമയത്താണ് ഞാൻ ചേഞ്ചസ് വരുത്തുന്നത് അല്ലേ? നമുക്കത് തോന്നും, നമുക്കൊരു ഇൻഡ്യൂഷൻ തോന്നും, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ തോന്നും. അപ്പം തോന്നലാണ്. ഇപ്പോൾ ഫസ്റ്റ് വർക്കിൽ നിന്ന് ഇന്നിപ്പോൾ വാഴയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നില്ല, ഞാൻ ട്രെയിൻഡ് ആയിട്ടെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ട്രെയിൻഡ് ആയിട്ട് വന്നപ്പം എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ പുതുമകളാണ് ചേട്ടന് ഫീൽ ചെയ്തിട്ടുള്ളത്? അത് ആസ് എ പേഴ്സൺ തന്നെ നമുക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ കാണുന്ന പുസ്തകങ്ങൾ, നമ്മൾ കാണുന്ന ആൾക്കാർ. ഇപ്പോൾ ജയ ജയ ഹേ എന്നുള്ള സിനിമ ചെയ്യാൻ എനിക്ക് ഏറ്റവും സ്വാധീനിച്ച എൻ്റെ വൈഫാണ്. എൻ്റെ തന്നെ പെർസ്പെക്റ്റീവ്, നമ്മളെ തന്നെ കുറച്ച് രാജേഷ് ഉണ്ടാവില്ല, അതൊക്കെ മാറ്റിയെടുത്ത വൈഫാണ്. അപ്പം അത് ഒരു മാറ്റമാണ്. അപ്പോൾ സിനിമ മാത്രമല്ല മാറുന്നത്, നമ്മുടെ ലൈഫും ക്യാരക്ടറൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ വന്നപ്പം ഗുരുവായൂർ ഞാൻ 2015 ഞാൻ എന്ത് കൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രക്ചറേ അല്ല. അന്ന് നമ്മുടെ അടുത്തിന് പൊട്ടിപ്പാളിശാന ഉറപ്പാണ്. അപ്പോൾ നമ്മുടേതായ ഒരു വളർച്ചയിൽ നമ്മളുണ്ടാകുന്ന മാറ്റങ്ങളിൽ നമ്മൾ പുതിയ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടെത്തിച്ച്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ സിനിമ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് തോന്നി കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ മുദ്ദുക, അന്താക്ഷരി, ജയ ജയ കംപ്ലീറ്റ്ലി എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. അവിടെ എന്തെങ്കിലും താഴോട്ട് പോയാൽ പാളിപ്പരും, അത് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് എനിക്ക് ഊരാം, രക്ഷപ്പെടാം. പക്ഷേ ഗുരുവായൂരിൽ അതല്ല. ഗുരുവായൂരിൽ കംപ്ലീറ്റ് ആയിട്ടൊരു സിനിമയാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു പക്ക സിനിമ ഉണ്ടായി. എന്നത് എക്സ്പെരിമെൻ്റ് അല്ല, അത് ശരിക്കും ആളുകൾ ഇഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു പ്രൊഫഷണൽ സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പാളിയാൽ ആളുകൾ ചിരിച്ചില്ലെങ്കിൽ, ആളുകൾ ആ സീൻ വർക്കായില്ലെങ്കിൽ ആളുകൾ എൻ്റെ അടുത്ത് പറയും അത് വർക്കായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവിടെ എനിക്ക് അത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു സിനിമ ഉണ്ടാക്കാൻ പഠിച്ചത് ഗുരുവായൂർ അമ്പലനടയിലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.
ബാക്കിയൊക്കെ എൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. എന്ത് പറഞ്ഞാലും ഞാൻ പറയാം അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ രക്ഷപ്പെടും നൈസായിട്ട്. ഇതിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ എടുക്കുകയാണെങ്കിലും, അതായത് പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതും ഇന്നിപ്പോൾ മലയാളത്തിലുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. സിനിമകളിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മൂവി നമ്മൾ തിയേറ്ററിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളിൽ ടെൻഷനുണ്ടോ, അത് വിജയിക്കുമോ, അത് പൊട്ടിപ്പോവോ? അതായത് ഇപ്പോൾ ഈയിടെയായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും 100 കോടി ക്ലബ്ബാണ്. 100 കോടി ക്ലബ്ബില്ലാത്ത ഒരു മൂവീസിൽ ഇറങ്ങുന്ന എല്ലാ വരാത്ത സിനിമകളുണ്ടല്ലോ. നമ്മൾ 100 കോടി ക്ലബ്ബിൽ ഇപ്പോൾ എത്ര ഒരു 4 മാസം കൊണ്ട് ഒരു 10-30 സിനിമയും കൊണ്ട് ഇറങ്ങിയിട്ടില്ലേ? 50 ഇറങ്ങിയിട്ടാൽ 4-5 100 കോടി എത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും ഇതില്ലായിരുന്നു. അല്ല, നമുക്ക് ആളുകൾ വ്യൂവേഴ്സ് കൂടി എന്നുള്ളത് നല്ല തന്നെയാണ്, സത്യം തന്നെയാണ്. പക്ഷെ സിനിമകൾ പണ്ടും അന്നും ഇന്നും നല്ല സിനിമകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ആ സിനിമ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്നു. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞൊരു പടം വരയ്ക്കുകയാണ്. പടം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം സ്കെച്ച് പെന്നിട്ടൊരു ആദ്യം ഒരു ബ്ലാക്ക് പെൻ ഇട്ട് ഒരു പെൻസിലിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതും പിന്നെ നമ്മൾ വരച്ചൊരു കുറച്ചുകൂടെ പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ച് സെറ്റാക്കി എടുക്കും. അതും പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും പണിയെടുത്താൽ നല്ലൊരു വാൻഗവ് പോലെ ഒരു നല്ലൊരു ഉഗ്രം പെയിൻറ്റിങ് ആക്കി എടുക്കാം. സമയം എടുത്ത് ക്ഷമയോടെ ഇരുന്നാൽ അതിനാണ് സിനിമ. നമ്മൾ സിനിമ പാളിപ്പോവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ 100% ഇട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ എവിടെ നിന്നുപോയി, നമ്മൾ ട്രെയിൻഡ് ആയില്ല. നമ്മൾ അത്രയും പെർഫെക്റ്റ് ഒരു പിക്ചർ, ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ പടങ്ങൾ വരയ്ക്കേണ്ടി വരും, വരച്ച് അതിലോട്ട് എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറേ സമയം കളഞ്ഞാൽ എത്തണം. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടാത്തടത്തോളം കാലം ഒരു സിനിമ കംപ്ലീറ്റ് ആവും. നമുക്ക് ഏത് മോശം സിനിമയും സബ്ജക്റ്റ് നിന്നും ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ജയ എന്നുള്ള വളരെ കോമൺ സബ്ജക്റ്റാണ് സ്ത്രീകളുടെ കുറിച്ചുള്ള. അപ്പോൾ നമ്മളതിനകത്ത് ഇത്രയും ഒരുപാട് നമുക്ക് അപ്പം തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ വരുന്നുണ്ട്, തപ്പട് വരുന്നുണ്ട്, അപ്പുറത്ത് തമിഴിൽ ഹിന്ദിയിലൊക്കെ പല ടൈപ്പ് പടങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളത് വീണ്ടും മുന്നോട്ട് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്രയും പണിയെടുത്ത് അത്രയും അതിനകത്ത് മാറ്റി ചെയ്ത് എഴുതി എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടെത്തിച്ചൊരു അതിനൊരു എഫേർട്ട് എടുത്തു. അപ്പം നമ്മുടെ സാധനം സ്റ്റാൻഡ് അലോൺ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ മറ്റേ കൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു സ്പേസിലോട്ട് എത്തിച്ചു. അപ്പം അങ്ങനെയാണ് അത് എത്തുന്നത്. അല്ലാതെ നമ്മൾ ഏത് സിനിമയും നന്നാക്കാനും മോശമാക്കാനും പറ്റും. ഇപ്പോൾ ഗുരുവായൂരിൽ അതിനാണ് ഞാൻ സംഭവിച്ചത്. ലാസ്റ്റ് ഒരു മാസം മുമ്പ് എല്ലാവരും കാണുമ്പോൾ അത് സിനിമ മോശമായിട്ടുള്ള ഫീലാണ് എല്ലാവർക്കും. അത്ര വർക്കായിട്ടില്ല, അല്ലെങ്കിൽ കോമഡി ചിരിക്കില്ല, അല്ലെങ്കിൽ മോശം സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പലർക്കും വർക്ക് ചെയ്തവർക്കും അഭിനയിച്ച കുറേ പേർക്കും, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പ്രിവ്യൂ കണ്ടപ്പോൾ ഒരു ബേസിക് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടൊരു സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് ആ ജഡ്ജ്മെൻറ്റിൽ വർക്കായില്ല. അപ്പം ഞാനത് പാനിക്കായിട്ട് ഇരിക്കാതെ ഞാൻ അപ്പോഴും വീണ്ടും പോയി ഈ പറഞ്ഞ പെയിൻറ്റിങ് ചെയ്യല പുതിയ കളേഴ്സ് ആഡ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കി. ഓൾമോസ്റ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥിതിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് എത്തും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എഫേർട്ട് കൂടുതൽ ഇടേണ്ടി വരും മാത്രമേ ഉള്ളൂ. ഈ മൂവീസ് തിയേറ്ററിലോട്ട് വരുമ്പോഴേ ഇപ്പോൾ പൊതുവേ ഡയറക്ടേഴ്സ് ടെൻഷനൊക്കെ കാണും. ചേട്ടൻ അങ്ങനെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായത് ഗുരുവായൂരിലാണ്. വേറൊന്നും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഇവൻ മുതുക പാളിയെങ്കിലും എനിക്ക് വരുന്നൊരു ടെൻഷൻ, വിജയിക്കുന്നൊരു അമിത പ്രതീക്ഷയിലാണ് ഞാനിരുന്നത്. പാളിയെന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പം അതില്ലായിരുന്നു. അന്താക്ഷരി OTT ആയിരുന്നു. ജയ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആയിട്ടൊരാളായിരുന്നു ഞാൻ. കാര്യം എനിക്ക് അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടല്ലോ. ഇനി സിനിമ കോമഡി എന്ന് വർക്കായില്ലെങ്കിലും ആളുകൾ എന്താ പറയുക, തിയേറ്ററിൽ ആ ഡെപ്ത് എങ്ങനെ കൊണ്ട് ഡിസ്കഷൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇവൻ അതിൻ്റെ ഓരോ സ്റ്റേജിലും എല്ലാവരും അഭിനന്ദിക്കുമായിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് കേൾക്കുമ്പം ബേസിൽ ദർശന അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഷൂട്ട് ചെയ്യുമ്പം അവർ വീണ്ടും എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡബ് ചെയ്യുമ്പോൾ അവർ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ വരുന്ന പുതിയ ടെക്നീഷ്യൻ, ഇപ്പോൾ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആൾ അവർ വിളിച്ചിട്ട് ഭയങ്കര സിനിമയാണല്ലോ, നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട്. സൗണ്ട് മിക്സ് ചെയ്യുന്ന രാജേട്ടനെ വിളിച്ചിട്ടോ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പുള്ളിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് വേറെ ലെവൽ സിനിമയാണ്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട, അപ്പോൾ തന്നെ എനിക്ക് വർക്കായി എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പം OTT സാറ്റലൈറ്റ് വാങ്ങിക്കാൻ വന്ന അവരുടെ ആൾക്കാർ, അവർക്കൊക്കെ ഇങ്ങനെ ഏത് സ്റ്റേജിലും അത് നോ പറയുന്നില്ല. എല്ലാവരും ഹാപ്പിയായി പോകുന്നതുകൊണ്ട് കോൺഫിഡൻസ് കൂടിയാണ് വന്നത്. അപ്പോൾ അതെനിക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇവിടെ അങ്ങനെയായിരുന്നു, തിരിച്ചാവുന്നോണ്ടിരുന്നത്. ഞാൻ തുടങ്ങിയ കോൺഫിഡൻസിലല്ല തീരുന്നത്. ഞാൻ തുടങ്ങുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ കൂടി വന്ന് ഷൂട്ടിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൺഫ്യൂഷൻസ് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. അപ്പത്തോളം എൻ്റെ ഉറക്കം കുറയും, എൻ്റെ വർക്ക് ചെയ്യുന്ന സമയം കൂടി വന്നു. ലാസ്റ്റൊക്കെ എത്തിയപ്പം തീരെ ആരും കൂടെ ഇല്ലാതായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായി പോകുന്നൊരു പേടി വന്നായിരുന്നു. പക്ഷേ ഞാനത് അവിടെ വിട്ട് കളയാതെ ഞാൻ പിന്നെ വർക്ക് ചെയ്ത് എനിക്കറിയാം അതിനകത്ത് ഫ്ലോസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, കഥയില്ല, ഡെപ്തില്ല. ഒരു റീലിൽ ബേസിലും രാജുവായിട്ടുള്ള റീലില്ല ഒരു സ്ഥലത്ത്. അവർ കുറച്ച് മിസ്സിങ് ആണ് അവർ രണ്ടുപേരും. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, നെഗറ്റീവ് സ്പേസ് ഉണ്ട്. അപ്പം അത് ഓവർകം ചെയ്ത് പോകുന്നൊരു പേടിയുണ്ട് ആ സ്ഥലം മാത്രം.
അതായത് നമ്മുടെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു 15 മിനിറ്റ്, സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു 15 മിനിറ്റ് സർവൈവ് ചെയ്താൽ സിനിമ ഓക്കെ ആവും. ബാക്കിയൊക്കെ എനിക്ക് സേഫാണ്, എല്ലായിടം സേഫാണെന്നുള്ള ധാരണമുണ്ട്. അപ്പോൾ ആ 15 മിനിറ്റ് പോലും എനിക്ക് വലിയ ടെൻഷനുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗുരുവായൂർ അമ്പലനട ഷൂട്ട് ചെയ്ത സമയത്തും അതിൻ്റെ റിലീസിൻ്റെ സമയത്തും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിനിമേനെ പറ്റി ഇപ്പം ജയ ജയ ഹേ ആയിക്കോട്ടെ, ഗുരുവായൂർ അമ്പലനട ആയിക്കോട്ടെ, അന്താക്ഷരി ആയിക്കോട്ടെ, മുത്തുകാവ്, ഇനി എല്ലാത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി വിപിൻ ചേട്ടൻ ആസ് എ പേഴ്സണെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാൻ വളരെയധികം താല്പര്യമുള്ളൊരു വിഷയമാണ്. ഇപ്പം മൂവീൻ്റെ സമയത്തായിക്കോട്ടെ, ഇനിയിപ്പോൾ മൂവി അല്ലാതായിക്കോട്ടെ, രണ്ട് രീതിയിലും എടുത്തു. വിംചേട്ടൻ എങ്ങനെയാണ് വിംചേട്ടൻ ഒരു ഡേ എന്ന് പറയുന്നത്? എനിക്കറിയില്ല, അത് ഇങ്ങനെ പറയണമെന്നറിയില്ല. എൻ്റെ ഡേ അറിഞ്ഞിട്ട് നാട്ടുകാർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നൊന്നുമില്ല. എന്നാലും ആസ് എ ഡയറക്ടറായിട്ട് വരുമ്പോൾ ഇല്ല, ഞാൻ പണ്ടും ഉറക്കമണിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ഡയറക്ടറായിട്ടൊന്നുമില്ല. ഇപ്പം കുറച്ച് പ്രഷർ കൂടി, കുറച്ചുകൂടി ടെൻഷൻസ് കൂടി, കുറച്ചുകൂടെ പണി കൂടി എന്നല്ലാതെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാറില്ല. അല്ല, അങ്ങനെ അതുകൊണ്ടല്ല, വെറും ചെയ്യാറിയില്ല അധികം കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ഇച്ചിരി അത്യാവശ്യം പിടിച്ചിരിക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചിരിക്കുക. നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ചിലർ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഒരേ സമയം ആക്ടറുമാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും വരാം എന്ന് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും. എനിക്ക് അവരൊട്ടും താല്പര്യമുള്ള ആൾക്കാരല്ല. ഒന്നിലും ഒരു ആക്ടറായിട്ട് നിൽക്കുക, ഇല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുക, ഡയറക്ഷൻ സൈഡിലോട്ട് നിൽക്കാനും. ആ ഡയറക്ഷൻ ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, താല്പര്യമുണ്ട്, അവർക്കൊന്നും അവസരം കിട്ടുന്നില്ല. അപ്പം ആക്ടിങ് ചെയ്ത് സൈഡിൽ കൂടി അത് അസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വരുന്ന അങ്ങനെ മൾട്ടി ടാസ്കിങ് പിടിച്ചിട്ട് അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആക്ടറാവണം, മറ്റേ മ്യൂസിക് ഡയറക്ടർ ആവണം, ഡയറക്റ്റ് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതുന്ന എല്ലാം കൂടെ പറയുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ബേസിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഏതോ ഒരു ഫീൽഡിൽ ഒരെണ്ണത്തിൽ വന്നിട്ട് പിന്നെ അവർ മൾട്ടി ടാസ്കിങ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. നമ്മൾ ഒരു പോയിന്റിൽ എത്തുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വേറെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? ഒന്ന് സിനിമ തന്നെ ആയിരിക്കും അല്ലേ? വേറെ ബിസിനസ് ഒന്നും ചെയ്യാൻ നമ്മളിപ്പം എന്താ പറയുക, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്ക് 24 hours നിന്നാലും ചിലപ്പോൾ അയാൾക്ക് സക്സസ് ആകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബിസിനസ് കൂടെ ചിലപ്പോൾ നോക്കാൻ പറ്റുന്നിരിക്കില്ല. അപ്പോൾ പിന്നെ സിനിമ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവീസ് ഒത്തിരി ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് ഇപ്പോൾ ഡയറക്ഷൻ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, ഇപ്പം വിപിൻ ദാസ് എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്താൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, കാണും, ഉറപ്പായിട്ടും കാണും. ഇപ്പോൾ ജയ ജയ ഇറങ്ങിയ പടമല്ല ഇപ്പോൾ ഹിറ്റല്ലേ, ജയ ജയ, ഗുരുവായൂർ അമ്പലനട എല്ലാം അത്യാവശ്യം നല്ല ഹിറ്റാണ്. സോ ആ ഒരു പൊസിഷനിലേക്ക് വരെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നാ ഉള്ളേ? ആരെയും ഫോളോ ചെയ്യരുത്. എൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യമില്ല, അത് ഞാൻ ഈ പൊസിഷനിൽ എത്തിയെന്ന് തോന്നുന്നില്ല. നമ്മളൊരു ഒരു ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പേസിലെത്തി, അത്രേ ഉള്ളൂ. ഈ സ്പേസിൽ എന്തായാലും താഴെ പോകുന്നുള്ള ഉറപ്പാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ രീതി ചെയ്യുക, വേറെ ആരും അഡ്വൈസ് കേൾക്കാതെ മുന്നോട്ട് പോവുക, പരിപാടി കഴിയും. ആണല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഒത്തിരി നമ്മൾ ചെയ്യുമ്പോൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും പറയാൻ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെയും കൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവർ കാണും. അപ്പോൾ അവരൊക്കെ എങ്ങനെ പറയുള്ളത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ നമ്മളെന്താ നിധി കുഴിക്കുമ്പോൾ പറ്റുന്ന പോലെയാണ്. നമ്മൾ കുഴിക്കുന്നിടത്ത് നിധി ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവിടെ നിധി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ വേണ്ടി കിണറിന് കുഴി എടുക്കുന്ന പോലെ കുഴിക്കുന്നുണ്ട്, നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവിടെ വെള്ളമില്ല, വെള്ളം തൊട്ടിപ്പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കുഴിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഡിഗ് ചെയ്യുന്നത്, എവിടെയാണ് എന്താ പറയുക നമ്മളെ ശ്രമിക്കുന്നതെന്നും കൂടെ ഉണ്ട്. നമ്മൾ എങ്ങനെ ശ്രമിക്കുന്നു അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനും 15 വർഷത്തോളം സിനിമയ്ക്കകത്ത് സിനിമ ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ട്. ഒരു 15 വർഷമായി. അപ്പോൾ അതിൽ ആദ്യത്തെ 8 വർഷം ഫസ്റ്റ് സിനിമ ചെയ്യാൻ നടന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്തു. ഒരു രണ്ടാമത്തെ സിനിമ പിന്നെ എനിക്ക് 6 വർഷം എടുത്തു. അപ്പോഴെനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പോയ റൂട്ടൊന്നും കറക്റ്റല്ല, അതായത് ഞാൻ ശ്രമിച്ച രീതികൾ കറക്റ്റല്ലെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഉപദേശിക്കാം, ആണെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന്. പക്ഷേ അവർ വേറെ ഓരോ ഇൻഡിവിജ്വൽ നിൽക്കുന്ന ഓരോ പൊസിഷനിലായിരിക്കും, ഓരോ സ്ഥലത്തായിരിക്കും. അപ്പം ഞാൻ പറയുന്ന സിറ്റുവേഷനായിരിക്കും, ഞാൻ പറയുന്ന റൂട്ടിൽ പോയി അവർ തെറ്റിപ്പോവും. അപ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വളരെ ഫോർകാസ്റ്റഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത്, പിന്നെ ഈ സിനിമ എല്ലാവരും ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്പെടണം ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് പോയാൽ ചിലപ്പോൾ നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളൊരു വിചാരം. നമ്മൾ ഇന്ന് എഴുതുന്ന കഥ 5 വർഷത്തിന് ശേഷം സ്ക്രിപ്റ്റായി സിനിമയായി മാറുന്നത്.
ഒരു ന്യൂ കമറിന്. ഓക്കെ. അപ്പോൾ 5 വർഷത്തിന് ശേഷം ആ സിനിമ വാല്യൂഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിനിമ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി തീരുമ്പോൾ 1 വർഷം എടുക്കും. അപ്പോഴത്തേക്ക് ഇതേ ഛായയിലുള്ള ഇതേ രീതിയിലുള്ള 10 സിനിമ വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. പിന്നെ അത് സ്ക്രിപ്റ്റിന് കൊണ്ട് 1 വർഷം നടക്കും. അപ്പോഴും ഇതുപോലെ കുറേ പടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും അത് ഓവർകം ചെയ്ത് പോകണം. പിന്നെ അത് ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെടണം. അപ്പോഴും അവർ കറക്ഷൻ വരും. അപ്പം അവർ കറക്ഷൻ പറയാത്ത രീതിയിൽ സ്ക്രിപ്റ്റ് സെറ്റ് ആയിരിക്കണം. പ്രൊഡ്യൂസർ വരും, അവർ കറക്ഷൻസ് പറയും. അതും ബ്രേക്ക് ആവുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം നമ്മളിൽ. അങ്ങനെ പിന്നെ അവർക്ക് വയബിൾ ആയിരിക്കണം പ്രൊഡ്യൂസറിന്. അപ്പം ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ വെച്ചിട്ടായി നമ്മൾ ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് എടുത്താലേ നിങ്ങളുടെ പടം നടക്കുകയുള്ളൂ. ഇത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള സിനിമ എന്നുണ്ടെങ്കിൽ എഴുതിപ്പോയാൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ല. അപ്പം ഒന്ന്, കാലത്തിന് അധികമായിട്ട് സഞ്ചരിക്കണം. 2, മറ്റുള്ള സിനിമകൾ നമ്മുടെ സാധനങ്ങൾ ഓവർ യൂസ്ഡ് ആയി പോയാൽ പിന്നെ ആ സിനിമ ഇല്ല എന്ന് പറയുന്ന രീതിയിലോട്ട് പോകരുത്. 3, നമ്മുടെ സിനിമ ആക്ടറിന് ഭയങ്കരമായിട്ട് വർക്ക് ആവണം. മെയിൻ ആക്ടറിന് അയാൾക്ക് ഒരു രീതിയിൽ ഇത് ചെയ്തില്ലെങ്കിൽ നഷ്ടമാണെന്ന് അയാൾക്ക് തോന്നണം. 5, 4 ഈ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൽ കുറേ കാശ് കിട്ടാണ്ടായിരുന്നു, എനിക്ക് നഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസറിന് തോന്നണം. പിന്നെ അത് ഇൻവെസ്റ്റ് ചെയ്താലും കൈനഷ്ടം വരില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തോന്നൽ അയാൾക്കുണ്ടാവണം. പിന്നെ ഇതിനൊക്കെ ഇതെല്ലാം താണ്ടി ആ വെള്ളിയാഴ്ച എന്നിറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ 5 ഫാക്ടർ വെച്ചാൽ ഒരാളുടെ ഫസ്റ്റ് പടം വർക്കാവണമെന്ന് തോന്നും. ഇത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡയറക്ടേഴ്സ് നമ്മൾ പൊതുവേ എപ്പോഴും കാണുന്നതാണ്, ഒരു മൂവിക്ക് ഒരു ഓഡീഷൻ കാണും. ഓഡീഷൻ ഒത്തിരി പേര് വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ചിലപ്പം 10,000 അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കും. ലക്ഷം ആൾക്കാരായിരിക്കും വരിക. അവിടുന്ന് 100 പേര് 200 പേര് അല്ലെങ്കിൽ അതിൽ ഒരാൾ 2 പേരായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഈ ചൂസിങ് വരുന്നത്? എല്ലാവരും പറയും ഞാൻ ഒത്തിരി ഓഡീഷന് പോയിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്ന് പറഞ്ഞു തരും, പക്ഷേ എനിക്ക് അതിനകത്ത് കിട്ടിയില്ല, ചാൻസ് കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഈ ഓഡീഷനെ അപ്രോച്ച് ചെയ്യുന്നത്? ഓഡീഷൻ ഒരു ലോട്ടറി പോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ ഓഡീഷൻ ചെയ്യുന്നത് ഒരു ബസ് ഡ്രൈവറിൻ്റെ റോളായിരിക്കും. പക്ഷെ അയാൾ വരുന്നത് ഇൻഷർട്ടൊക്കെ ചെയ്ത് നല്ല ക്ലീൻ കുട്ടപ്പനായിട്ട് വേറൊരു ലുക്കിലായിരിക്കും വരുന്നത്. അയാൾ ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ഒരു IAS ഓഫീസറിൻ്റെ റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അയാളെ തന്നെ നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതും അയാൾ അഭിനയിക്കുന്ന സാധനങ്ങൾ അതുപോലെ. അപ്പം നമുക്ക് കണക്റ്റ് ആവില്ല. അപ്പം കറക്റ്റ് നമ്മൾ ഒരു ബസ് ഡ്രൈവർ ഇല്ലെങ്കിൽ ഒരു ലുക്കിൽ ആലോചിക്കുമ്പോൾ അതുപോലെ വരുന്ന ഒരാളാകുമ്പോൾ ഇയാൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ മനസ്സിലുള്ള രീതിയിൽ അയാൾ വരണം. അത് അയാൾക്ക് നമ്മുടെ മനസ്സ് റീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊരു ഗെയിമാണ്. അയാൾ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരെണ്ണം കറക്റ്റായിട്ട് ഒരു ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഓഡിഷൻ ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ള ക്യാരക്ടറിൽ അയാൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് എത്തുന്നവരെ ചിലപ്പം ബുദ്ധിമുട്ടും. ചിലപ്പോൾ നമ്മൾ അവരുടെ കാലിബറായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ കണ്ടിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഇന്ന ക്യാരക്ടർ ചെയ്ത വർക്കാവുന്നു. അപ്പോൾ അതായിരിക്കും മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ. അല്ലാതെ ബാക്കി നമ്മൾ ഓഡീഷൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനെപ്പോഴും സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. റീൽസ് എന്ന് വെച്ചാൽ അവർ ബ്ലോഗേഴ്സാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചെറിയ സീനാണെങ്കിൽ അഭിനയിച്ചത് കൊള്ളാമെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്താൽ വർക്കാവും തോന്നിയിട്ട് ഞാൻ എടുക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് നേരിട്ടൊരാൾ ഒരു വീഡിയോ കൊണ്ട് കാണിച്ചാൽ ഞാൻ റിജക്റ്റ് ചെയ്യും. എൻ്റെ ആളുകാരെ ഞാൻ സെർച്ച് ചെയ്ത് എടുത്തോളും. കാര്യം എനിക്ക് അങ്ങനെ തന്നാൽ എനിക്ക് ആ ക്യാരക്ടറോട് ഫിക്സ് ചെയ്യാൻ എനിക്ക് തോന്നില്ല. ഞാനൊരു ക്യാരക്ടറിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിനുവേണ്ടി യൂട്യൂബിലൊക്കെ കയറി, ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ജയ ചെയ്യുന്ന സമയത്ത് രാജേഷിൻ്റെ ചേച്ചിയായിട്ടൊരു പെൺകുട്ടി വേണം, ഇച്ചിരി തടിച്ചിട്ട് കുട്ടി വേണം, ഇച്ചിരി അഭിനയിക്കുന്നൊരു കുട്ടി വേണം, ഇച്ചിരി കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ എനിക്ക് പലരും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ വീഡിയോ അയച്ചിട്ടുണ്ടാവും, കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സിലപ്പോൾ അതില്ല. ഞാൻ ആ ടൈമിൽ എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങി വീഡിയോസ്, സീരീസ്. അങ്ങനെ സീരീസ് ഉണ്ടപ്പോൾ എനിക്കത് ആ കുട്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടറെ കോൺടാക്ട് ചെയ്തു. അയാൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അയാളെ വിളിച്ചിട്ട് അയാളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചെറിയൊരു ഓഡീഷൻ ചെയ്തിട്ട് ഞാൻ പുള്ളിക്കാരെ ഫിക്സ് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ രീതി. ഞാനെപ്പോഴും ആളുകൾ കണ്ടുപിടിക്കുന്നതായിരിക്കും എനിക്ക് എപ്പോഴും. ഈവൻ ഐഡീസിനെ പോലും ഞാനാണ് കണ്ടുപിടിക്കുന്നത്. അവർ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% അവർക്ക് കിട്ടില്ല. ഞാൻ അവരെ കണ്ടുപിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഡീഷൻ്റെ കാര്യമെല്ലാം നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ സിനിമയിലേക്ക് ബാക്ക് ടു മൂവിയിലേക്ക് എത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇറങ്ങുന്ന മലയാള സിനിമകളിൽ എപ്പോഴും നമുക്കിപ്പോൾ ഈയിടെയായിട്ട് ചർച്ച വരുന്നൊരു സബ്ജക്റ്റാണ് ഫീമെയിൽസിൽ, സ്ത്രീകൾ മലയാള സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പുരുഷന്മാരെ മാത്രം വെച്ചിട്ട് എടുക്കുന്ന ഒരു മലയാള സിനിമ. അതിൻ്റെ പേരിൽ നമ്മുടെ പല ഡയറക്ടേഴ്സും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫീമെയിൽ ഡയറക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ എവിടെ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂർ അമ്പലനട, ജയ ഹേ, അന്താക്ഷരി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നായികമാരുണ്ട്. ഗുരുവായൂർ അമ്പലനട 2 നായികമാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും ഇപ്പോൾ സ്ത്രീ നായികമാർ കുറഞ്ഞിരിക്കുകയാണോ?
അതോ ക്യാരക്ടേഴ്സിന് വേണ്ടിയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് സത്യത്തിൽ എന്താ സംഭവം? എനിക്കതിൻ്റെ എൻ്റെ ഒരു ലോജിക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു കമൻറ്റ് വന്നത് ഇപ്പോൾ ഈ രീതിയിലാണോന്നും അറിയില്ല. ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് ആൾക്കാർ നമ്മൾ ചൂസ് ചെയ്തിടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ വർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരെ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീ കഥാപാത്രങ്ങൾ ലീഡ് ചെയ്യുന്ന സിനിമകൾ കുറയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും വരുന്നൊരു സാധനം. അത് കാരണം ഇപ്പോൾ ആവേശം, മഞ്ഞുമൽ ബോയ്സ്, ആ 2 പടവേ ഉള്ളൂ ഫീമെയിൽസ് ഇല്ലാത്തൊരു മൂവി. സോ അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഈ ജഡ്ജിങ് എല്ലാം എത്തിയിരിക്കുന്നത്. സിനിമ എഴുതുമ്പോൾ സ്ത്രീകൾക്ക് കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വേണം എന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ മറ്റേ മൃഗങ്ങളെ ഉപദ്രവിക്കരുത്, ഇല്ലെങ്കിൽ സ്മോക്കിംഗ് കാർഡ് പാടില്ല, ഇല്ലെങ്കിൽ സ്മോക്കിംഗ് പാടില്ല, ഇല്ലെങ്കിൽ മദ്യപാനം പാടില്ല, ഇല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ അതിനകത്ത് റേപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചിട്ടല്ല നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ ആ സിനിമയുടെ കഥയുടെ ആവശ്യത്തിന് വേണ്ടി എഴുതി പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ആഡോൺസ് ഒക്കെ വരുമായിരിക്കും. എന്നാലും ഒരു സ്ത്രീ കഥാപാത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മാറ്റി നിർത്തില്ലല്ലോ. ഇപ്പം നമ്മളെല്ലാ സിനിമയിലും അത് ഇപ്പം ജയിലും സ്ത്രീയുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാലും ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഗുരുവായൂരിലോട്ട് വരുമ്പോൾ 2 മെയിൻ സ്ത്രീകളുണ്ട്, പക്ഷെ എന്നാൽ അവർക്ക് 2 പേർക്കും ജയിലുള്ള സ്ത്രീയുടെ ഒരു പ്രാധാന്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ ഓരോ സിനിമയും അനുസരിച്ചിരിക്കും അവരുടെ പ്രാധാന്യം കൂടുന്നതും കുറയുന്നു. അപ്പോൾ അത് ആ സിനിമയുടെ ഡിഫൻസ് അല്ലാതെ വേറെ നമുക്ക് അതിനകത്ത് വേറെ ഇടപെടലൊന്നും നമ്മൾ എടുക്കാറില്ല. ഈ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏരിയ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഹോളിവുഡിലൊക്കെ സ്ക്രിപ്റ്റ് സൂപ്പർവിഷനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പിക്സറൊക്കെ ചെയ്യുന്ന ആനിമേഷൻ മൂവീസിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം ഇത്രയും വേണം, ഇല്ലെങ്കിൽ റീജിയണലായിട്ടുള്ള പല രാജ്യങ്ങൾ, പല സ്കിൻ ടോണുള്ള ആൾക്കാർ ഇത്ര പെർസെൻറ്റേജ് വേണം. പിന്നെ അതിനകത്ത് എന്താ പറയുക, ഓരോ കാറ്റഗറി, ഇപ്പം ഫീമെയിലിന് ഡയലോഗ്സ് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഫീമെയിലിന് ഇത്ര പെർസെൻറ്റേജ് മിനിമം ഡയലോഗ്സ് വേണം, അല്ലെങ്കിൽ ഇത്രയും പെർസെൻറ്റേജ് സ്ക്രീനിൽ സ്പേസ് വേണം, അല്ലെങ്കിൽ 4 ലീഡിൽ ഒരെണ്ണം സ്ത്രീ തന്നെ ആയിരിക്കണം, 3 ലീഡിൽ ഒരാൾ നീഗ്രോ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഏഷ്യക്കാരനായിരിക്കണം എന്നൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്ത് പിക്ചറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ആ രീതിയിലൊന്നും നമ്മൾ വളർന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കഥയാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഈക്വാലിറ്റി ചിലപ്പം നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചൊന്നും ചെയ്യാറ് നമ്മളായിട്ടില്ല. ഒരു ഇൻ്റർനാഷണൽ സിനിമയും നമുക്ക് എല്ലായിടത്തും ഉൾക്കൊള്ളിക്കുന്ന സാധനങ്ങൾ വയ്ക്കാം, പക്ഷേ കേരളത്തിൽ മാത്രം നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ മൂവി എപ്പോഴെങ്കിലും ഈ ഹോളിവുഡ് ആയിക്കോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, ഹോളിവുഡ് എടുക്കാം, ഹോളിവുഡ് മൂവീസുമായിട്ട് എപ്പോഴെങ്കിലും റെഫറൻസ് എടുത്ത് അങ്ങനെ വല്ലതും ഏതെങ്കിലും മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? മനസ്സിലായില്ലേ? അതായത് ഹോളിവുഡ് മൂവി കണ്ടിട്ട് ആ ഒരു റെഫറൻസ്, ചിലത് നമ്മൾ റെഫറൻസിന് വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലോ, റെഫറൻസ് ആയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ റെഫറൻസ് എന്ന രീതിയിൽ അങ്ങനെ ഏതെങ്കിലും മൂവീസ് ഫൈറ്റ്, ഞാൻ അങ്ങനെ ജാക്കി ചാൻ സിനിമകളിലെ ഫൈറ്റ് ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെ നമ്മൾ കൊറിയോഗ്രാഫിയും പരിപാടികളൊക്കെ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനകത്തുള്ള കോമഡി എലമെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന രീതിയിൽ ചവിട്ടുമ്പോഴുള്ള റിയാക്ഷൻസ്, ക്യാമറ ആംഗിൾസ്, ടച്ച് ആംഗിൾ, അല്ലെങ്കിൽ ലോ ആംഗിൾസ്, അല്ലെങ്കിൽ സൂം, ക്രാഷ് സൂം, ഇല്ലെങ്കിൽ നിൽക്കുന്ന പോസ്റ്റിൽ ഒരു ക്രാഷ് സൂം ഉണ്ട്, അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫറെ കൊണ്ടുവരും, ആക്ഷൻ ക്യാമറമാനെ കൊണ്ടുവന്ന് അതേപോലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ അല്ലാതെ വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിനിമ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഇത് രണ്ടും നമുക്ക് മനസ്സിലായി, നമ്മൾ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പഠിച്ചു. ഇതല്ലാതെ വേറെ എന്തൊക്കെ പരിപാടി സിനിമയിൽ ചെയ്യുന്നതും സിനിമ അല്ലാതെയും ചെയ്യാൻ ഹോബീസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ? അങ്ങനെ ഞാൻ ഹോബിയായിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കും ഈ ഷൂട്ടിംഗ് ടൈമിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, അല്ലാതെ അങ്ങനെ ഹോബി ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ പിടിച്ചിട്ടില്ല. ചിലപ്പം മറ്റേ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റേ ഡ്രോയിങ്ങും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ അതും എനിക്ക് അങ്ങനെ സമയം കൊല്ലുന്ന പരിപാടികളൊന്നും ഇല്ല. ഞാൻ പരിപാടി എന്താ? അല്ല, ഞാൻ മിക്കവാറും എൻഗേജ്ഡ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻഗേജ് ആയിരിക്കും. എനിക്ക് എൻ്റെ 24 hours എപ്പോഴും ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഒരു മീ ടൈം എടുത്ത് വെറുതെ ഇരുന്ന് അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഹോളിഡേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോലും എൻ്റെ മനസ്സിൽ സിനിമയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും, എപ്പോഴും സമാധാനമായിട്ട് പോകില്ല ഞാൻ. പിന്നെ അതൊക്കെ ഇനി ലൈഫിൽ ഉണ്ടാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിപ്പം ഇപ്പോൾ ഒരു സ്പേസിൽ ഞാനിങ്ങനെ ഉപയോഗിക്കണം. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. കാര്യം 6 വർഷം ഞാൻ ഇത്തിരി ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് 6 വർഷം വെറുതെ ഇരുന്നപ്പോഴും, അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല, ഞാൻ ഓടിയൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സിനിമയായിട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് എഴുത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പം പേടിച്ചു പോകും നമ്മൾ, അയ്യോ ബ്ലാങ്കായോ, നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ അത് ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ചിലപ്പോൾ ഇനി നമ്മൾ എടുക്കുമായിരിക്കും, പക്ഷേ ഇതുവരെ ഇല്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സിനിമയിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യുമോ ചേട്ടൻ? വേറെ ടെക്നിക്കൽ വേറെ ഒന്നും ചെയ്യാൻ
ഇല്ല. പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക്? ഇല്ല എഡിറ്റ് എനിക്ക് അറിയാം, പക്ഷെ എന്നാൽ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ എഡിറ്റർ അല്ല ഞാൻ. മീൻസ് അത് ഫോളോ ചെയ്ത് അതിനുവേണ്ടി സമയം കളഞ്ഞ് ഒന്നും ഒരു കംപ്ലീറ്റ് പ്രൊഫഷണലായിട്ട് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരാളല്ല. അതുകൊണ്ട് എഡിറ്റിംഗ് അങ്ങനെ പിടിക്കില്ല. പിന്നെ എനിക്ക് ഇത്രയും അറിയാമെന്നുള്ള രീതി അതായിരിക്കും. പിന്നെ ഉള്ളത് മ്യൂസിക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മ്യൂസിക്കിൻ്റെ സ്ഥലത്ത് ഞാൻ പോയില്ല. പിന്നുള്ളത് പ്രൊഡക്ഷൻ പിടിക്കുമായിരിക്കും. പ്രൊഡ്യൂസറായിട്ട് സിനിമ ചെയ്യാൻ താല്പര്യം, നല്ല സിനിമകൾ ചെയ്യാൻ നല്ല സിനിമകളിലെ നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല കഥകളൊക്കെ കൊണ്ടെത്തിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ സിനിമ ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല സിനിമയുടെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് അതിന് പറ്റുമോ ഒന്നും എനിക്കറിയില്ല. ഇപ്പം വാഴ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അത് ധൈര്യമായിട്ടിറങ്ങി. ഇപ്പം വേറൊരാളുടെ കഥയായിട്ട് എനിക്ക് ഇപ്പോഴും വർക്ക് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു സിനിമ കയറി ചാടി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു കഥയായിട്ട് എന്താ ചെയ്താൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ്, ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഇറങ്ങുകയാണ്. സോ എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടിട്ട്, ഈ പറഞ്ഞ ഇതെല്ലാം കണ്ടിട്ട് ആഗ്രഹം സിനിമ മാത്രം മോഹിച്ച് വരുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സോ അവരോടെല്ലാം എന്താ ചേട്ടന് പറയാനുള്ളത്? ഇതൊന്നും കാണണ്ട, ഇതൊന്നും കണ്ട് സമയങ്ങളെ ഉണ്ട്, നേരെ പോയി ലാസ്റ്റാണ് പറയുന്നതല്ലേ. അപ്പം നിങ്ങൾ അവരെ 10-40 മിനിറ്റ് വേസ്റ്റ് ആയിക്കണം. ഞാനിതൊന്നും പലതും ഞാൻ കാണാറില്ല. ഇപ്പം പല ഇൻ്റർവ്യൂസോ ഇല്ലെങ്കിൽ പല ഡയറക്ടേഴ്സിൻ്റെ POVs ഒന്നും ഞാൻ അധികം കാണാറില്ല. എനിക്ക് അറിയില്ല. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ലൊക്കേഷൻ, ഒരു ലൊക്കാലിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു രസമുള്ള സാധനം, അല്ലെങ്കിൽ കിട്ടുന്ന സാധനം. അപ്പം ഡയലോഗ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഒബ്സർവ് ചെയ്യുക ആൾക്കാർ. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഹോബി. ചിലപ്പോൾ ഈ പറഞ്ഞ ഹോബിയിലൊക്കെ ചിലപ്പോൾ അത് വരും. അല്ലാതെ എനിക്ക് വേറൊന്നിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാനും. യെസ്, ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വരുന്നൊരു ഗസ്റ്റ്, പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ ഇങ്ങനെ പറയുന്നത് എന്നെ ഫോളോ ചെയ്യണ്ട എന്ന്. അല്ല, ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഡയറക്ടറിനെ, ഒരു സെലിബ്രിറ്റി, ഒരു ക്രിയേറ്ററിനെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറ്റാത്തൊരു കാര്യമാണ്, മോശമൊന്നുമല്ല ചെയ്യുന്നത്, മോശമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊക്കെ ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ പാറ്റേണാണ് ഉണ്ടാക്കുന്നത്, ഓരോ രീതിയിലാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത്. ഫിലിം മേക്ക് ചെയ്യുക, ഞാൻ മേക്കറായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഗുരുവായൂർ അമ്പലനടയിലായിരിക്കും. ബാക്കിയൊക്കെ ഞാൻ മേക്ക് ചെയ്യുന്ന സിനിമകളാണ്, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമകളാണ്. ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ആദ്യം ഗുരുവായൂർ അമ്പലനടയിലായിരിക്കും. അപ്പം ഓരോന്നിനും ഓരോ പ്രോസസ് സ്റ്റൈലിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം മുദ്ദുക ചെയ്ത രീതിയിലല്ല അന്താക്ഷരി ചെയ്തത്. അന്താക്ഷരി ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരാളും, മുദ്ദുവിൽ ഭയങ്കര സ്ക്രിപ്റ്റ് എപ്പോഴും ആ സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്ത് പോയി അതിൽ നിന്ന് ഒരു ഷോട്ട് പോലും മാറ്റാതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അന്താക്ഷരി വന്നപ്പോൾ ഞാൻ ഫുൾ എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ പോലും അനങ്ങാൻ വിടാതെ, ഒരാൾക്കും ഫ്രീഡം കൊടുക്കാതെ, ക്യാമറാമാനാണെങ്കിലും ആക്ടേഴ്സിനാണെങ്കിലും ഒരു ടെക്നീഷ്യൻസും ഫ്രീഡം കൊടുക്കാതെ അവരെ പ്രഷറൈസ് ചെയ്ത് അവരെയും ടെൻഷനാക്കിയിട്ട് ഞാൻ ചെയ്തെടുത്ത പടമാണ്. അപ്പോൾ ആ ടെൻഷൻ പടത്തിലും ഉണ്ടായി. ജയിൽ നേരെ തിരിച്ചാണ്. ഓരോ ലൈഫിൽ നിന്ന് ഓരോരുത്തർ ആൾക്കാരിൽ നിന്നും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെടുത്ത്, ഈ ഒരു വീട് കിട്ടിയാൽ, ഒരു അടുക്കള കിട്ടിയാൽ ആ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കി എടുത്തൊരു സിനിമയാണ്. അപ്പോൾ അത് വേറൊരു പ്രോസസ്സായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വേറൊരാളുടെ സ്ക്രിപ്റ്റാണ്, ദീപു പ്രദീപ് എന്നുള്ള ഒരാളുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിലെങ്ങനെ മോൾഡ് ചെയ്യാം, അതിലെങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്യാം, അതിൽ ആൾക്കാരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, അതിൽ ആൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുത്താം, ഇതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇത് വേറൊരു സിനിമയായിരുന്നു. ഇനി അടുത്ത പോകുമ്പോൾ വേറൊരു ടൈപ്പ് സിനിമയാണ്. അപ്പോൾ അതെങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഞാനേ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. എന്നെ പിന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഓക്കെ. ഇപ്പം ഇത് ഏറെക്കുറെ എല്ലാവർക്കും ക്ലാരിഫൈ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങനെയാണ് എന്ന് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എനിവേ, ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലനട ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സക്സസ് നിങ്ങളുടെ എല്ലാവരെയും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ഡയറക്ഷനാണ്, അതിലാണ് എൻ്റെ ഡയറക്ഷൻ അല്ലേ, ഗുരുവായൂർ അമ്പലനടയിലാണ് എൻ്റെ ഡയറക്ഷൻ. അത് ഞാൻ ഡയറക്റ്റ് ചെയ്തത്, നമ്മൾ ഒരു സാധനം സൂപ്പർവൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ് ഡയറക്ഷൻ എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരാളുടെ കഥ നമ്മൾ മേടിച്ച് മോൾഡ് ചെയ്ത് എടുത്തു. പക്ഷേ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം നമ്മുടെ മനസ്സിൽ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കി ഒരു പെയിൻറ്റിങ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ബാക്കിയൊക്കെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, അത് തന്നെ വലിയൊരു സക്സസ് ആവട്ടെ ഗുരുവായൂർ അമ്പലനടയും. ഇനി വരാനിരിക്കുന്ന വാഴ ഉൾപ്പെടെ എല്ലാ മൂവീസും വലിയൊരു സക്സസ് ആവട്ടെ. ഇത്രയും നേരം ഈ ഒരു ടൈറ്റ് സ്കെഡ്യൂളിൽ വന്ന് ഞങ്ങൾക്ക് ടൈം തന്നല്ലോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. വലിയ സക്സസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു, വന്നതിന് ഒരുപാട് നന്ദി. സോ ഫൈനലി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇത് വീണ്ടും പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.